എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ ചില സംഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നു, ചില ലൈവ് നടത്തിയിരുന്നു, അഭിപ്രായ പ്രകടനങ്ങൾ. അത് എൻ്റേത് മാത്രമല്ല, പൊതുജനങ്ങളിൽ നിന്നും എന്ന വണ്ണം കുറച്ച് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് അത് രണ്ടാമതുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവീൺ രവിയുമായും അതുപോലെ നമ്മുടെ ജസീമുമായൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ചില വീഡിയോ ഒക്കെ നടത്തി. അങ്ങനെ ഇരിക്കെ ഇന്നലെ എല്ലാവർക്കും പറയാനുള്ളതൊക്കെ ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ ചില അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണമെന്ന് ഇന്നലെ ഒന്ന് കരുതിയിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തിയെങ്കിലും ഇന്നലെ അത് സാധിച്ചില്ല. അപ്പോൾ ചില കാര്യങ്ങൾ കാരണം അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ചില വാർത്തകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇന്നലെ അത് നടത്താൻ കഴിയാതെ പോയത് എന്നതിൻ്റെ ഒരു ക്ലാരിറ്റി അതും കൂടിയാണ് ഇന്ന് കിട്ടിയത്. അതായത് ഇന്നലെ ഞാൻ പറയാൻ വേണ്ടി വിചാരിച്ച ആ വിഷയമെന്ന് പറയുന്നത് മലപ്പുറത്തെ ഒരു ചാണകം, അതായത് ഒട്ടക ചാണകത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്നലെ സൂചിപ്പിക്കാനുണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയം എങ്ങനെയാണ് മലപ്പുറത്തെ ആ പറയുന്ന തരത്തിൽ വളരെ വലിയ തോതിൽ സ്വരൂപിക്കപ്പെട്ട ഒരു മുസ്ലിം വോട്ട് ബാങ്ക് അതെങ്ങനെയാണ് അത് മതേതര വോട്ട് ആകുന്നത്, അത് യഥാർത്ഥ മതേതരത്വമല്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്, അതൊരു വർഗീയത തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നത്, അതിലെവിടെയാണ് മതം എന്ന് പറയേണ്ടി വരുന്നത്, അത് സംബന്ധിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഇന്ന് പറയാൻ കഴിയുന്നത് കൊണ്ട് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഇന്നലെ ചെയ്യാൻ കഴിയാഞ്ഞത് നന്നായി. ഇന്ന് നമുക്കത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറയാൻ സാധിക്കുന്നു എന്നിടത്ത് എത്തി നിൽക്കുന്നു. അപ്പോൾ ആ വിഷയത്തിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രിപ്ഷൻ അത് നിങ്ങളിലൂടെ തന്നെയാണ് വളരുന്നത്. അതിന് വലിയ സന്തോഷമുണ്ട്. തുടർന്നും അതുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റു രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിലുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങൾ കണ്ടെത്തും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ട വാർത്ത ഇതാണ്: മറ്റു പാർട്ടികളിലെ വനിതകളുടെ ആവേശം അത് നമുക്ക് പാടില്ല. വാചകങ്ങൾ ശ്രദ്ധിക്കണം. മറ്റു പാർട്ടികളിലെ വനിതകളുടെ ആവേശം നമുക്ക് പാടില്ല. അടുക്കും ചിട്ടയുമുള്ള ആഘോഷം മതി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് പാനൂരിൽ ഷാഫി പറമ്പിലിൻ്റെ റോഡ് ഷോയിൽ വനിതാ ലീഗ് പ്രവർത്തകർക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു ശബ്ദ സന്ദേശം, അതിനെക്കുറിച്ചാണ് ഇവിടെ വാർത്ത. അത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി. ലീഗിൻ്റെ നേതാവിൻ്റെ ഒരു ശബ്ദരേഖയാണ് അവിടെ പുറത്തു വന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ വരുന്നു. ചർച്ച നടത്തുന്നത് മുസ്ലിം ലീഗിനകത്തൊന്നുമല്ല, അത് വേറെ കാര്യം. സാധാരണ മുസ്ലിം ലീഗിൻ്റെ അകത്ത് അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടക്കാറില്ല. കാരണം ആ ചർച്ച നടത്തേണ്ട ആളുകൾ അവർ തന്നെയാണല്ലോ ഈ ശബ്ദം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ചർച്ചയൊന്നും ആവശ്യമില്ല. അത് ആണ് അവരുടെ രീതി. അപ്പോൾ എന്തായാലും ആ വാർത്ത നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഏഷ്യാനെറ്റിൽ വന്നൊരു വാർത്തയാണ്. അത് കണ്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നാണ് വിചാരിക്കുന്നത്. പാനൂരിൽ നിന്നുള്ള വാർത്തയാണ്. പാനൂരിൽ ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്ക്. അടുക്കും ചിട്ടയുമുള്ള ആഘോഷം മതിയെന്നാണ് നിർദ്ദേശം. ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്ന കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. വോട്ടെണ്ണൽ ദിവസം പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർ ആഘോഷിച്ചതിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം. ആദ്യം നമുക്ക് ഈ വോട്ടെണ്ണൽ ദിനത്തിലെ ദൃശ്യങ്ങളൊന്ന് കാണാം. പെൺകുട്ടികൾ ഫ്ലാഷ് മോബ് നടത്തുക, നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ ആരോട് മിണ്ടണം ആരോട് കൂടണം എന്നൊക്കെയുള്ള മതശാസനകൾ ഉണ്ടാകാറുണ്ട്. ലീഗ് മതശാസനകൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായ ഒരു മുന്നറിയിപ്പ് അത് പരസ്യമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ആക്ഷേപം വരാതെ വനിതാ പ്രവർത്തകർ ജാഗ്രത പുലർത്തണമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതകൾ കാണിക്കുന്ന ആവേശം നമുക്ക് പാടില്ല എന്നും ലീഗ് നേതാവ് ഷാഹുലിന്റെ നിർദ്ദേശത്തിലുണ്ട്. ശബ്ദ സന്ദേശം കേൾക്കാം. വെള്ളിയാഴ്ച 7-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ MP ഷാഫി പറമ്പിലിന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം UDF കമ്മിറ്റി പാനൂരിൽ വെച്ച് ഒരു ഗംഭീര സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഈ റോഡ് ഷോയിലോ
പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമിർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് മതപരമായ ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങളുടെ അഭിവാദ്യം പ്രിയപ്പെട്ട നമ്മുടെ എംപിക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. വിവരങ്ങളുമായി ശ്രാവൺ ചേരുന്നു. ശ്രാവൺ, യാഥാസ്ഥിതികമായ നിലപാടുകളുള്ള മതപരമായ നിയന്ത്രണങ്ങളെ മാനിച്ചുകൊണ്ട് സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോം വരെ വേണമെന്ന് നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ്. ജെൻഡർ പൊളിറ്റിക്സുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ നെഗറ്റീവായ നിലപാട് സ്വീകരിക്കുന്നത് എപ്പോഴും വിമർശനം കേൾക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്നുള്ള നിർദ്ദേശമാണ്, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ വൈറലായതിന് പിന്നാലെ ആവണം. അതെ അബ്ജോദ്, ഈ പറയുന്നത് അമ്മാതിരി ആഘോഷമൊന്നും വേണ്ട എന്ന് തന്നെയാണ്. മയത്തിലെങ്കിലും അതൊരു വിലക്കിന്റെ സ്വഭാവം തന്നെയാണ്. ഈ വരയ്ക്കപ്പുറം കടക്കണ്ട എന്നുള്ള കർശന നിർദ്ദേശം തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് മുസ്ലിം ലീഗിൻ്റെ മാത്രം ആൾക്കാരൊന്നുമല്ല അവിടെ ഉള്ളത്. അതിനകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള, അതായത് ഹിജാബ് ധരിച്ച സ്വതന്ത്ര സ്ത്രീകളെ നിങ്ങൾക്ക് അവിടെ കാണാം. അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് കാണില്ല. അല്ലെങ്കിൽ ആ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾ എന്ന് പറയുന്നത് അടിമ സ്ത്രീകളാണ്. അങ്ങനെയാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ എല്ലാ കൂട്ടം ആളുകളെയും, സ്ത്രീകളെയും നിങ്ങൾക്ക് അവിടെ കാണാം. അതും കൂടി നിങ്ങളൊന്ന് ആലോചിക്കാം. അപ്പോൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഇലക്ഷൻ, അതിൽ പങ്കെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അതിൽ വിജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥി, അതിൻ്റെ അണികളായിട്ട് വരുന്ന പ്രവർത്തകർ, അതിൽ വോട്ട് ചെയ്ത ജനങ്ങൾ, ഇതെല്ലാം എന്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ ആലോചിക്കാം. അത് വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. അത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ ജനാധിപത്യ രീതിയിൽ പങ്കുകൊള്ളാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ജനങ്ങളാണ് അതിനകത്തുള്ളത്. ആ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുക, ആ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഉള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് അവരെ അവിടെ ചില നിയമങ്ങൾ അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് സെക്യുലറായിട്ടുള്ള ഇടങ്ങളിൽ അവരെ സെഗ്രിഗേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ വഴിവെക്കുന്ന രീതി, അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 മിനിറ്റും കൂടി ഉണ്ട് വാർത്ത, അതും കൂടി കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. സന്ദേശത്തിൽ തന്നെ ഷാഹുൽ ഹമീദ്, കൂത്തുപറമ്പ് മണ്ഡലം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ജാഗ്രത കാണിക്കണം എന്ന നിർദ്ദേശം എന്ന്. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ ദിനത്തിലെ വനിതാ ലീഗ് പ്രവർത്തകരുടെ ആഘോഷം തന്നെയായിരുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. വലിയ ആഘോഷം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ജയത്തിന് പിന്നാലെ ഈ പാനൂർ മേഖലയിലും ഉണ്ടായിരുന്നു. പാനൂർ ടൗണിലടക്കം ആഘോഷം ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. വലിയ കമന്റുകളൊക്കെ പലതരത്തിൽ വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലീഗ് ഇത്തരമൊരു നിർദ്ദേശം വനിതാ ലീഗ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ പാനൂരിൽ നടക്കുമ്പോൾ നിശ്ചയിച്ച ഒരു സ്ഥലം നിങ്ങൾക്കുണ്ടാകും. ആ സ്ഥലത്ത് നിന്ന് അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതി. റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കേണ്ടതില്ല. ഇത് പറയുന്നത് ഈ മതപരമായ നിഷ്കർഷ നമ്മൾ പാലിക്കണം, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശമെന്നാണ് പറയുന്നത്. അതിനപ്പുറം ആക്ഷേപം കേൾപ്പിക്കുന്ന തരത്തിൽ ഉള്ള പ്രകടനങ്ങൾ പാടില്ല, ആവേശത്തിമിർപ്പ് പാടില്ല, അതിരുവിട്ട ആഘോഷങ്ങൾ നമുക്ക് പാടില്ല. മറ്റ് പാർട്ടികളിലുള്ള, രാഷ്ട്രീയ പാർട്ടികളുള്ള വനിതകൾ കാണിക്കുന്നത് പോലുള്ള പ്രകടനങ്ങൾ വനിതാ ലീഗിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നാണ് ഈ ലീഗ് നേതാവ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ വൈകിട്ട് പാനൂരിൽ നടക്കുകയാണ്. അദ്ദേഹത്തിന് സ്വീകരണമുണ്ട്, കൂത്തൂർ മണ്ഡലത്തിൽ സ്വീകരണമുണ്ട്. ആ സ്വീകരണത്തിൽ എങ്ങനെയായിരിക്കും ഈ നിർദ്ദേശം അനുസരിച്ച് തന്നെയായിരിക്കുമോ വനിതാ ലീഗ് പ്രവർത്തകരുടെ പങ്കാളിത്തം എന്നും അറിയേണ്ടതുണ്ട്. ഇറങ്ങിയപ്പോൾ മുതൽ അവിടുത്തെ സ്ത്രീകളായിരുന്നു, അതിന്റെ മുൻനിരയിൽ മുസ്ലിം സ്ത്രീകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ഷാഫിയെ ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അവർ ഈ വിജയിച്ചതിന്റെ ആഘോഷം നടക്കുമ്പോൾ ഈ മതശാസന എന്ന് തന്നെ പറയാവുന്ന ഈ ഇത് മുഖവിലേക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ടോ? അതറിയണം അബ്ജോദ്. കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ ദിനത്തിൽ അത്തരം ഒരു വിലക്കും അത്തരത്തിൽ മാറി നിൽക്കൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അതാണ് ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത്. പാനൂരിലായാലും തലശ്ശേരിയിലായാലും മറ്റ് മേഖലകളിൽ എല്ലായിടത്തായാലും ലീഗിന്റെ വനിതാ പ്രവർത്തകർ വലിയ ആവേശത്തോടെ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് പലയിടത്തു നിന്നും വന്നത്. എന്നാൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിന് പിന്നാലെ വലിയ ചർച്ചകളുണ്ടായി. അതാണിപ്പോൾ ലീഗ് നേതൃത്വത്തെ ഇത്തരമൊരു സന്ദേശം നൽകാൻ പ്രേരിപ്പിച്ചത് എന്നാണ് കൗതുകകരമായ കാര്യം. അതിന് പിന്നാലെയാണ് നിങ്ങൾ റോഡ് ഷോയിലോ പ്രകടനത്തിലോ പങ്കെടുക്കേണ്ടതില്ല, പകരം അവർക്ക് ഒരു സ്ഥലം നിശ്ചയിച്ചു കൊടുക്കും. ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിക്കാം. അപ്പം ഈ സന്ദേശത്തിൽ തന്നെ ഷാഹുൽ ഹമീദ് ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് വനിതാ ലീഗ് ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടു
കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇതിൽ സത്യത്തിൽ ഇത് എടുത്തു വെച്ച് നമുക്ക് ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ വർഗീയത മുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ വർഗീയ പാർട്ടി എന്ന രീതിയിൽ ഒരു കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ, വർഗീയ പാർട്ടി എന്ന ഒരു പേര് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരിക്കൽ പോലും വരില്ല ഈ മുസ്ലിം ലീഗിൻ്റെ മുഖം. അതെപ്പോഴും ഒരു മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന എന്തോ ഒരു സാധനമാണ്, അതിനൊരു മതേതര ജനാധിപത്യ മുഖമാണുള്ളത് എന്നതാണ് നിങ്ങളുടെ മനസ്സിലെപ്പോഴും വരിക. എന്നാൽ വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ BJP കടന്നു വരികയും ചെയ്യും. അപ്പോൾ എന്തിനാണ് ഇവിടെ ഇത് എടുത്തു പറയുന്നത്? ഇതിൽ ഇങ്ങനെയുള്ള ഈ ട്രേഡ്സ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അനാവരണം ചെയ്യേണ്ട ഒരു ഗതികേട് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇതും ഈ മുസ്ലിം ലീഗും ഒരു വർഗീയ പാർട്ടി തന്നെയാണ് എന്ന് കാണിക്കാനും, അതോടൊപ്പം തന്നെ വർഗീയ പാർട്ടികളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും ഭീകരത, അതിലേറ്റവും വൃത്തികെട്ട തരത്തിലുള്ള വർഗീയത അത് കൊണ്ട് നടക്കുന്നത് അത് മുസ്ലിം ലീഗാണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. ഇതാരാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മതേതരത്വം ഉണ്ട് എന്ന് വിളമ്പി നടക്കുന്ന, അതുപോലെ തന്നെ പുരോഗമനം പറഞ്ഞ് നടക്കുന്ന, തങ്ങൾക്കാണ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വലിയ ധാരണയുള്ളത് എന്ന് കരുതി നടക്കുന്ന കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ കുറേ നമ്മളുടെ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കളും അതുപോലെയുള്ള ആളുകൾ. അപ്പോൾ അവരറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഇത് തിരിച്ചറിയുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സംഗതിയെ ഇത് വലിയ തോതിൽ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിച്ച് അത് നമ്മുടെ സമൂഹത്തിനെ വലിയൊരു പോളറൈസേഷനിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഒന്നുകിൽ ഇതിനെ റിപ്പയർ ചെയ്ത് നേരെയാക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആളുകൾ ഇത് തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുക. ഇതിലേതെങ്കിലും ഒരു വഴിയാണ് നമ്മൾ മുന്നിലുള്ളത്. എന്തായാലും ആദ്യത്തെ വഴി തന്നെയാണ് ഞാനൊക്കെ എപ്പോഴും മുന്നോട്ട് വെക്കുക. അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും, അതിപ്പോൾ BJP ആണെങ്കിലും ശരി, മുസ്ലിം ലീഗ് ആണെങ്കിലും ശരി, SDP ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ താലിബാൻ ആണെങ്കിലും ശരി, നമ്മൾ പറയുന്നത് എന്താണ്? ബോധമുള്ള ആളുകൾ അതിനകത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട്, എങ്ങനെയാണോ ഈ കൂട്ടം ആളുകൾ മറ്റുള്ള പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ആ പാർട്ടികളെ തങ്ങളുടേതാക്കി മാറ്റുന്നത്, സമാനമായ രീതിയിൽ ബോധമുള്ള ആളുകൾ അതിനകത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ആ ആശയത്തെ നിങ്ങൾ വെള്ളമൊഴിച്ച് കെടുത്തുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കണം എന്നതാണ് ഞാനെപ്പോഴും പറയാം. അങ്ങനെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് നമ്മൾ സാധാരണ പറയാറുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവത്തിൽ നിന്ന് മാറി ഇന്ന് ഇങ്ങനെയായതും. എന്നാൽ ആ പാർട്ടിയിലേക്ക് പിന്നീട് ഇതുപോലെ ചെന്ന് കയറിയ, എല്ലാവർക്കും ഇങ്ങനെ ചെന്ന് കയറാൻ വേണ്ടി വാതിൽ തുറന്നിട്ടപ്പോൾ ആ വാതിലിലൂടെ നുഴഞ്ഞു കയറിയ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ, സുഡാപ്പികൾ ഇന്ന് അതൊരു മുസ്ലിം പ്രീണന പാർട്ടിയാക്കി മാറ്റിയതും ഇന്ന് ആ പാർട്ടിയെ ഇല്ലാതെയാക്കിയതും, അതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ ഇലക്ഷനിലൊക്കെ തോറ്റു കഴിഞ്ഞപ്പോൾ നമ്മളെ കണ്ണൂരുള്ള സഖാക്കളൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ആ ഓഡിയോ പോലും നമ്മൾ പുറത്ത് കേൾക്കേണ്ടി വന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ആ ഒരു സാധ്യത അവിടെ ഉണ്ട്. അത് ബോധമുള്ള ആളുകൾ വേണ്ട രീതിയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടിയെയും നമുക്ക് ശുദ്ധീകരിച്ച് ജനാധിപത്യവൽക്കരിച്ച് അതല്ലെങ്കിൽ മതേതരവൽക്കരിച്ച് നമുക്കതിനെ മാറ്റാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ഭയങ്കരമായ ഒരു എന്താ പറയുക ബ്ലഡി ഓപ്റ്റിമിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാവാം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നിരുന്നാലും അതും ഒരു സാധ്യതയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന് സാധിക്കാറുണ്ട്. അങ്ങനെയുള്ള പല മോഡൽസ് നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് ഇതിനും അത് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് പരിശോധിക്കാനുള്ളത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുൻകാലങ്ങളിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയോ അതല്ലെങ്കിൽ ഇസ്ലാമിന് നേരെ വരുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റേത് എന്ന് പറയാൻ വേണ്ടി എടുത്തു ചാടി വന്നിരുന്ന ആളുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മളുടെ തഹ്ലിയ, ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഈ മുസ്ലിം ലീഗിൻ്റെ പടക്കുതിര. ആ പടക്കുതിര ചെന്ന് ചാടി വീണ് രക്ഷിക്കാൻ ശ്രമിക്കാത്ത വിഷയങ്ങളില്ല എന്നത് ചുരുക്കമാണ്. ചില സമയങ്ങളിലൊക്കെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടത്താറുണ്ട്. നമ്മളുടെ DYFIക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനമല്ല ഉദ്ദേശിക്കുന്നത്, ഇവർ നടത്തുന്ന ഈ ഇസ്ലാമിക് ഫെമിനിസം വെച്ചിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിഖില വിമൽ എന്ന് പറയുന്ന ഒരു സിനിമാ നടി ഒരു പരാമർശം നടത്തിയപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് സ്ത്രീക്കും പുരുഷനൊക്കെ വേറെ വേറെയാണ് വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതൊരു സെഗ്രിഗേഷൻ, ആ ഒരു സ്ത്രീ പുരുഷ ഒരു ജെൻഡർ അപ്പാർട്ടൈഡ് അതിനെക്കുറിച്ചിട്ടുള്ളൊരു സൂചന അവിടെ തന്നപ്പോൾ അവിടെ വന്നിട്ട് തഹ്ലിയ ഈ നിഖിലയെ അവിടെ വിമർശിക്കുകയും അതങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതേപോലെ സമസ്തയുടെ ഒരു വേദിയിൽ 10ാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ആരപ്പോൾ ഈ കുട്ടി ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിച്ച് ആ കുട്ടി ഇറക്കി വിട്ടപ്പോൾ
ആ ഉസ്താദുമാരെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പേടിപ്പിക്കാൻ നമ്മുടെ തഹ്ലിയയ്ക്ക് ആയി എന്നതും നമ്മൾ ഓർക്കണം. അന്ന് തഹ്ലിയ പറഞ്ഞ വാചകമുണ്ട്, പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് മാറ്റി നിർത്തിയ സംഭവം വളരെ വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അന്ന് തഹ്ലിയ താക്കീത് ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് ആ പ്രത്യാഘാതം എന്നും കൂടി നമ്മൾ ഓർക്കണം. അന്ന് അതിൽ പറഞ്ഞത്, ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നവർ പിന്നീട് മതത്തെയും മത നേതൃത്വത്തെയും വെറുക്കുന്ന സ്ഥിതി വിശേഷമാകും സംജാതമാവുക എന്നതാണെന്ന് തഹ്ലിയ ഓർമ്മിപ്പിച്ചത്. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്, സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകൾ വരെ ഇട്ട് തൻ്റെ കഴിവ് തെളിയിച്ച ഒരു നേതാവാണ് എന്നതിനുള്ള ആ ഒരു മാർക്ക് നേടിയ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഫാത്തിമ തഹ്ലിയ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഈ വിഷയത്തിലും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഇവരെ പോലെയുള്ള ആളുകൾ നേരിട്ടുള്ള ചില വിഷയങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, അതിൽ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാകില്ല എന്നത് മാത്രമല്ല, അങ്ങനെ ആ വിഷയം പുറത്തുള്ള ആളുകൾ ചർച്ചാ വിഷയമാക്കി കഴിയുമ്പോൾ ഇവരുടെ വളരെ തേഞ്ഞൊട്ടിയ ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് പരാതിയില്ല, പിന്നെ നിങ്ങൾക്ക് എന്തിനാ പരാതി എന്നതാണ് അവരുടെ ചോദ്യം. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും, ശരിയാണല്ലോ, അവർക്ക് പരാതിയില്ല, ഇപ്പോൾ നിങ്ങൾക്ക് എന്താ എന്ന് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം അത് മുതലെടുത്തുകൊണ്ടാണ് ഈ ചോദ്യം അവിടെ വെക്കുകയും ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ, അതായത് നമ്മൾ കാണുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ, ആ ഇഷ്യൂ അത് പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീ വിരുദ്ധത അതുപോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹോമോഫോബിയ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ, അതല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുള്ള വിഷയം നമ്മളവിടെ എടുത്തു കാണിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദ്യം. ഇത് നമ്മളുടെ മുഹമ്മദ് വേളം രവിചന്ദ്രൻ സിയുമായിട്ട് നടത്തിയ ആ സംവാദവേളയിൽ ഈ ആയിഷ കല്യാണത്തെക്കുറിച്ചും അതുപോലെയുള്ള ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഉന്നയിച്ച ഒരു ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യം. ആയിഷയുടെ കല്യാണം 6-ാം വയസ്സിൽ നടത്തിയപ്പോൾ അന്ന് അബൂബക്കറിന്, അതായത് ആയിഷയുടെ ബാപ്പാക്ക് പരാതി ഉണ്ടായിരുന്നില്ല, അന്നുണ്ടായിരുന്ന നാട്ടുകാർക്ക് പരാതി ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ യുക്തിവാദികൾക്ക് എന്തിനാ പരാതി എന്നാണ് ചോദിക്കുക. അവിടെ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അബൂബക്കറിന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് വേറെ കാര്യം, അബൂബക്കറിന് പരാതി ഉണ്ടായിരുന്നു. അതങ്ങനെ ശരിയാവുക മുഹമ്മദ്, ഇത് നമ്മളെ കൂട്ടുകാരല്ലേ, അതോ ഓളാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയല്ലേ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് അബൂബക്കർ ചോദിച്ചിരുന്നു. അപ്പോൾ മുഹമ്മദ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പട്ടുമെത്തയിൽ പൊതിഞ്ഞിങ്ങനെ കാണിച്ചു തന്നു, അതുകൊണ്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ മുഹമ്മദ് അബൂബക്കറിനെ കബളിപ്പിച്ചിട്ടാണ് സത്യത്തിൽ അന്ന് ആ കല്യാണം നടത്തുന്നത്. അത്രയ്ക്ക് പീഡോഫീലിയ മുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മളുടെ മുഹമ്മദ്. എന്തായാലും അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, പരാതിയില്ല എന്നുള്ളതൊരു നുണയാണ്. എന്നിരുന്നാലും വാദത്തിന് നമ്മൾ അംഗീകരിച്ചാൽ ഇത് ശരിയല്ല. കാരണം എപ്പോഴും ഇപ്പോൾ ജാതി വിവേചനം കാണിക്കുമ്പോൾ ആ വിവേചനം നേരിടുന്ന വ്യക്തി പരാതി പറഞ്ഞാൽ മാത്രമേ അതിനകത്ത് ഇടപെടാൻ പാടുള്ളൂ എന്നില്ല. കാരണം അവർക്കത് ഇടപെടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണെന്ന് തോന്നി അവർക്ക് അതൊരു പ്രശ്നമായിട്ട് ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു എംപവർമെൻ്റ് ആദ്യം ലഭിക്കണം. അത് ലഭിച്ച മാത്രയിലാണ് നമ്മളതൊരു വലിയ വിഷയമായി മാറ്റി ഇന്ന് ജാതി വിവേചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് ജാതി വിവേചനം നേരിട്ട ആളുകൾ പോലും ഇന്ന് മുന്നിട്ടിറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അടിമ വ്യവസ്ഥിതി, അതിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ ഒരു കാലഘട്ടത്ത് അത് നേരിട്ട ആളുകളാണ് അതിനെതിരെ പോരാടുന്ന ആളുകളായിട്ട് മാറിയത് എന്ന് നിങ്ങൾ ആലോചിക്കാം. എന്ന് പറഞ്ഞ പോലെ ഓരോ വിഷയത്തിലും, സ്ത്രീ വിവേചനമായാലും, ഇപ്പോൾ നമ്മളുടെ യൂണിഫോം സിവിൽ കോഡിൽ ഈ സ്വത്തവകാശം സംബന്ധിച്ചുള്ള വിഷയമാകുമ്പോഴും അവിടെയൊക്കെ നമ്മൾ കാണുന്ന എന്താണ്, സ്വത്തവകാശം പകുതി മതി എന്ന നിയമത്തിൻ്റെ ആ കൊള്ളരുതായ്മ, ആ പോക്കിരിത്തരം തിരിച്ചറിഞ്ഞ വ്യക്തികൾ അവരാണ് അത് ചോദ്യം ഉന്നയിച്ച് കോടതിയിൽ പോയിരിക്കുന്നത്. അവർക്ക് കൂടെ നിന്നു കൊടുക്കുന്നത് ആ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടെയുള്ള ആളുകൾ, പുറത്തുള്ള ആളുകൾ കൂടിയാകുമ്പോൾ അതിന് ബലം കൂടുന്നു. ഇങ്ങനെയാണ് സമൂഹത്തിൽ ഒരു മാറ്റം സംഭവിക്കുക. അതിനുള്ള തുടക്കം അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ ചോദ്യം ഇവർ ചോദിച്ചു വെക്കുമ്പോൾ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം, ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, ഞങ്ങൾ ഷാഫി പറമ്പിലിന് അങ്ങാടിയുടെ മുകളിൽ അവർ നടന്നു പോകുമ്പോൾ അവർ കൈകൊട്ടി പോയിക്കോട്ടെ, ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് മറയ്ക്കുള്ളിലിരുന്ന് കൈ കൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചോളാം, ഞങ്ങൾക്ക് അതിന് കുഴപ്പമില്ല, ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിച്ചോളും, നിങ്ങൾക്ക് എന്തിനാ അത് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചിട്ട് വരെ അതിനകത്ത് മുന്നോട്ട് വരാൻ, അത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ല എന്തായാലും. പക്ഷേ ഇതിനകത്തൊരു ഇഷ്യൂ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തഹ്ലിയെ പോലെയുള്ള ആളുകൾ, അതിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ ചോദ്യം. ഈ തഹ്ലിയെ എന്തിനാണ് അവിടെ എടുത്തു വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിലൊട്ടും തന്നെ സമയം പാഴാക്കാതെ എടുത്തു ചാടി പല അബദ്ധങ്ങളും വിളിച്ചു പോകുന്ന ആളായതുകൊണ്ട് തന്നെയാണ്. ഈ വിമല
ആ വിഷയത്തിൽ തന്നെ നിഖില വിമലിൻ്റെ വിഷയത്തിൽ തന്നെ ഇതുപോലെ ഒരു അബദ്ധം വന്നിരുന്നു. ആദ്യം വന്ന പോസ്റ്റിൽ ഇങ്ങനെയാണ് എഴുതിയത്: പുരുഷനും സ്ത്രീക്കും ഒരേ ഭക്ഷണം തന്നെയല്ലേ വിളമ്പുന്നത്, പിന്നെ എവിടെയാണ് വിവേചനം? ഫാത്തിമ തഹ്ലിയ ആദ്യം ചോദിച്ചു. അപ്പോൾ ഇതേ ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ. അതായത് നമ്മളുടെ താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും ഒരേ കഞ്ഞി തന്നെയല്ലേ വിളമ്പുന്നത്? ഒരാൾക്ക് കുഴി കുത്തി കൊടുക്കുന്നു, മറ്റേ ആൾക്ക് മേശപ്പുറത്ത് വെച്ച് കൊടുക്കുന്നു. അവിടെ എവിടെയാണ് വിവേചനം എന്ന് വേണമെങ്കിൽ നമുക്കന്ന് ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അതിൽ മാറ്റി. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: പുരുഷനും സ്ത്രീക്കും ഒരേ ഭക്ഷണം തന്നെയല്ലേ വിളമ്പുന്നത്, വിശ്വാസത്തിൻ്റെ പേരിലുള്ള വേർതിരിവിനെ വിവേചനമെന്ന് പറയുന്നത് എന്തിന് എന്നാക്കി മാറ്റുന്നു. അത് അതിനേക്കാൾ വലിയ ഉളത്തരമായി മാറി. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അത് ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ, എക്സ് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ആ വിവേചനമാകാം എന്നാണോ തഹ്ലിയ പറഞ്ഞു വെക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചു. അത് ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദുമതമായിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, കമ്മ്യൂണിസം ആയിക്കോട്ടെ, ഏതു തന്നെയായാലും അങ്ങനെ ഒരു വിവേചനം നടത്താൻ ഒരാശയത്തിൻ്റെ പിൻബലമുണ്ട് എങ്കിൽ ആ വിവേചനമാകാം എന്ന് സമ്മതിക്കുന്നതിനെ, അത് നേരിടുന്ന ആളുകൾ തന്നെ അത് സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ അപകടമാണ്. ആ അപകടം എന്ന് പറയുന്നതാണ് ഇപ്പോൾ സ്ത്രീവിരുദ്ധതയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന മിസോജിനി, അതിൽ ഇൻറ്റേർണലൈസ്ഡ് മിസോജിനി എന്ന് പറയുന്നൊരു വിഷയം. അതായത് ആ വിവേചനം അവർ നേരിടുന്ന അത്തരത്തിലുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അത് അവർ ആക്സെപ്റ്റ് ചെയ്യണം. തങ്ങൾക്കത് കുഴപ്പമില്ല, ഞങ്ങൾ അത് ഇച്ചിരി വിവേചനമൊക്കെ ഞങ്ങൾക്കാകാം, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെയാണല്ലോ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ചില കുറവുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ചെറിയ വിവേചനം ആകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഈ വിവേചനം നേരിടുന്ന ആളുകൾ തന്നെ ചോദിക്കുന്നൊരവസ്ഥ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ആരാണോ ഇതിനെതിരെ ശബ്ദിക്കേണ്ടത്, ആരാണോ ഇതിനെതിരെ സംസാരിച്ച് അതിൽ പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി മുന്നോട്ട് നിൽക്കേണ്ടത്, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് തിരിച്ചറിഞ്ഞ് മുന്നിട്ട് നിൽക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എങ്കിലും അതിനോട് അനുഭാവം പ്രകടിപ്പിക്കേണ്ട ആളുകൾ, ഇത് നേരിടുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അവരാണ് ഈ പ്രശ്നം ഉന്നയിക്കുകയും അതിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ പിന്നോട്ട് പിടിച്ച് വലിക്കുന്നു എന്നും കൂടി വരുമ്പോഴാണ് ഈ ഇൻറ്റേർണലൈസ്ഡ് മിസോജിനി എന്ന് പറയുന്ന ഒരു വിഷയം ഇത്ര ഗൗരവമാകുന്നതും അത് ഇസ്ലാമിനകത്ത് പ്രത്യേകിച്ചും അത് വരുന്ന സമയത്ത് അത് വളരെ രൂക്ഷമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് തഹ്ലിയ പോലെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ, ഇപ്പോൾ നിഖില വിമലിൻ്റെ വിഷയത്തിലായാലും അത് വിശ്വാസത്തിൻ്റെ പേരിലുള്ള വിവേചനമാകുമ്പോൾ അതിനെന്തിനാ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം ഈ സാധനമാണ്, ഇൻറ്റേർണലൈസ്ഡ് മിസോജിനിയാണ്. മതത്തിൻ്റെ പേരിലുള്ള ആ വിവേചനം അത് ഓക്കെയാണ് എന്ന് അവരങ്ങ് സമ്മതിക്കുകയാണ്, അവർക്കത് കുഴപ്പമില്ല. ഇത് പണ്ട് ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണിത്. അതായത് ഇസ്ലാം വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ അടുത്ത് വന്ന് തള്ളും. നമ്മളെ കോളിങ്ങിൽ കാണുന്ന പോലെയുള്ള സംഗതി, നമ്മുടെ ഉമ്മയും അത്തരത്തിലുള്ളൊരു കോയാത്തി തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, സംഗതി MA BEd കാര്യമൊക്കെയാണെന്ന് പറയും. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ ചിന്ത പോകുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു, ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന എന്താണ്, സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി ബുദ്ധിയേ ഉള്ളൂ എന്ന് പറയുന്ന സംഗതി MA BEd കാരിയായ ഉമ്മ സമ്മതിക്കുമോ എന്ന് ചോദിക്കും. ഉമ്മ പറയുന്നത് സമ്മതിക്കും. എന്താ കാരണം പടച്ചോനല്ലേ ഞങ്ങളെ ഉണ്ടാക്കിയത്, പടച്ചോൻ അറിയാലോ, അപ്പോൾ അത് പകുതി ബുദ്ധിയുള്ളൂ എന്ന് പടച്ചോൻ അറിയാമായിരിക്കും, ഞാനത് സമ്മതിക്കുന്നു, അതിൽ എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല, ഇനി അങ്ങനെ പകുതി ബുദ്ധിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ചമ്മി നാറി എന്ന് പറയാതെ വേറെ നിവൃത്തിയില്ല. ഇതന്നെയാണ് സംഭവിക്കുന്നത്. ഒട്ടകമൂത്രം കുടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഞാൻ അവിടെ ഉത്തരം മുട്ടുകയാണ്. എന്ന് പറഞ്ഞ പോലെ 6-ാം വയസ്സിൽ നിങ്ങളുടെ മോളെ വേറൊരാൾക്ക് ഇതുപോലെ ഒരു വയസ്സാങ്കാക്ക് കെട്ടിച്ചു കൊടുക്കുമോ എന്ന് നമ്മളുടെ കുന്നംകുളം കോയയുടെ അടുത്ത് ചോദിച്ചപ്പോൾ കോയ എന്നോട് പറഞ്ഞെന്താണ്, കെട്ടിച്ചു കൊടുക്കും, അത് അങ്ങനെയാണ്, അതിൽ കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നാണിച്ചു പോവുകയാണ്. അതേപോലെ ഓരോ വിഷയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആ കോളിംഗ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെയുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മറ്റു കോയകളുമായിട്ട് നിങ്ങൾക്ക് നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചകം കൂടിയായിട്ടാണ് അത്തരം വീഡിയോ ഞാനിവിടെ ഇടുന്നത്. അതിലെ ചോദ്യങ്ങൾ നിങ്ങൾക്കും ആവർത്തിക്കാവുന്നതാണ്. ഇതേ ചോദ്യം എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടതാണ്, അതിൻ്റെ ഉത്തരവും ഞാൻ കേട്ടതാണ്. എൻ്റെ ബാല്യം വിജൃംഭിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ MA BEd കാരിയായ വളരെയധികം വിദ്യാഭ്യാസം നേടിയ പർദ്ദയൊക്കെ ഇട്ട് നടന്ന് ഇതേപോലെ ചില ഓഫീസുകളിലൊക്കെ എത്തുമ്പോൾ ഏതോ താത്ത വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു പുച്ഛത്തോടു കൂടി നോക്കുന്ന സമയത്ത് മാൻ വേഴ്സ് മൈ ബിൽ എന്നൊക്കെ ചോദിച്ച് ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് അവരെ ഞെട്ടിച്ചിട്ടുള്ള എൻ്റെ ഉമ്മയാണ്. ആ ഉമ്മ പറയുന്നത് ഇതാണ്, സ്ത്രീക്ക് പകുതി ബുദ്ധിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ സാധനമാണ്, ഇൻറ്റേർണലൈസ്ഡ് മിസോജിനി. ആ സ്ത്രീ വിവേചനം, ആ ഒരു വിവേചനം അവരങ്ങ് സ്വീകരിക്കുകയാണ്, അതിൽ അവർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇത് അപകടമാണ് എന്ന് പറയുന്നത് അവിടെയാണ്. ഇനി എന്തുകൊണ്ട്
സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനകത്തൊക്കെ ഇതുപോലെ ശബ്ദിക്കുന്ന കുതിരകൾ, ശബ്ദിക്കുന്ന സിംഹങ്ങൾ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നു, ഇങ്ങനെ നിശബ്ദരായി പോകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അവർ യഥാർത്ഥത്തിൽ ചില പൊയ്മുഖങ്ങളാണ് എന്നത് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നു. അവർ പറക്കാൻ കഴിവുള്ള ആളുകളാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ ഈ ചിറകുകൾ അത് ചില അദൃശ്യമായ ചില ചരടുകൾ കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അവർക്ക് പറക്കാൻ കഴിയില്ല. എന്താണ് ആ ചരട്? ആ ചരട് എന്ന് പറയുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചരട്, ആ മതത്തിൻ്റെ ചരട് എന്ന് പറയുന്നത്. അത് പൊട്ടിച്ച് എറിയാതെ അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ കഴിയില്ല. അതാണ് ഈ തഹ്ലിയ തന്നെ ആ സ്റ്റേജിൽ കയറിയ പെൺകുട്ടിയെ അവിടുന്ന് ഇറക്കി വിട്ട ആ സംഭവത്തിൽ അത്രയെങ്കിലും പറഞ്ഞല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുന്നത്. അതായത് ഇത് ആവർത്തിച്ചാൽ, ഇത് കണ്ടു വളരുന്ന കുട്ടികൾ മതത്തിനെതിരെ തിരിയും, മത നേതൃത്വത്തെ വെല്ലുവിളിക്കും എന്ന് പറയുന്നിടത്ത് തഹ്ലിയ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല എന്ന് പറയുന്നതാണ്. പക്ഷേ അപ്പോഴും അത് അവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധമില്ലായ്മ അതെല്ലായിടത്തും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. പലപ്പോഴും ഈ മിസോജിനി, ഈ സ്ത്രീ വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അത് സ്ത്രീകൾ തിരിച്ചറിയാറില്ല. അതിൽ ഏറ്റവും പ്രശ്നം ഈ പറഞ്ഞ സാധനം തന്നെയാണ്, ഇൻറ്റേർണലൈസ്ഡ് മിസോജിനി. സ്ത്രീകൾ അങ്ങനെയാണ്, ഞങ്ങളല്ലെങ്കിലും അങ്ങനെയാണ്, ഞങ്ങൾക്ക് കുറച്ച് ഹോർമോൺ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ചൂടാവും, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾക്ക് കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എപ്പോഴും അവിടെ ഒരു വിക്ടിമിൻ്റെ സ്ഥാനത്തേക്ക് സ്വയം പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സത്യത്തിൽ നിങ്ങൾ എന്തിനെയാണോ എതിർക്കുന്നത് ആ എതിർക്കുന്ന സംഗതിയെ നിങ്ങൾ തന്നെ പരിപോഷിപ്പിക്കുന്നതിന് തുല്യമാണ്. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം. അതിലേറ്റവും എടുത്തു പറയേണ്ട സാധനമാണ് ഈ പറയുന്നൊരു സംഗതി. ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ലേഡീസ് ഓൺലി കോച്ചസ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സ്ത്രീകൾക്കുള്ള റിസർവേഷൻ ഇവിടെ കൊണ്ടുവരുന്നത്? അങ്ങനെ ഒരു അഫർമേറ്റീവ് ആക്ഷൻ ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ എന്നുള്ളൊരു ധാരണയാണ് പൊതുവിൽ ഇവിടെ കണ്ടുവരുന്നത്, പറഞ്ഞു വെക്കുന്നത്. അതിപ്പോൾ ചില പരസ്യങ്ങളിലടക്കം ഇതുപോലെ മെട്രോയുടെ പരസ്യത്തിലൊക്കെ കാണാം, ലേഡീസ് കോച്ച് ഫീലിംഗ് സെക്യൂർ ബിയോണ്ട് യുവർ ഹോം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നതാണ്. അതായത് ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ആൻറ്റി സോഷ്യലായിട്ട് നടക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിൽ വന്നുപെടുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ അവന് വേണമെങ്കിൽ ആക്രമിക്കാമെന്നുള്ള ഒരു രീതിയും കൂടി അവിടെ സമൂഹം തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് അവിടെ ഒന്നാമതായിട്ട് സംഭവിക്കുന്നത്. അതിൽ ഒരു സെൽഫ് റിസ്ട്രെയിൻറ്റ് അത് പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം, പുരുഷൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന ഒരു സന്ദേശം എവിടെയും കാണുന്നില്ല. ഒന്നാമത്. രണ്ട്, ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ സ്ത്രീകൾ ഇതുപോലെ അവർക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളുകളാണ് എന്നൊരു തോന്നലും കൂടി അവിടെ ഉണ്ടാക്കി, അതും കൂടി അവിടെ വളർത്തുകയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ? ആ റിസർവേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യാത്ര ചെയ്യാൻ സൗകര്യമില്ല എന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചിന്തകളുടെ പുറത്ത് ഏതെങ്കിലും വിധേന വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നിർബന്ധിച്ച് പുറത്തേക്ക് ഇറക്കുന്നതിന് തുല്യമാണ് സത്യത്തിൽ ഇതുപോലെയുള്ള റിസർവേഷൻ. അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിസർവേഷൻ കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്ത് അവർക്ക് അവരുടെ ധൈര്യവും അതുപോലെയുള്ള കാര്യങ്ങൾ സംഭരിക്കാൻ ശേഷി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ റിസർവേഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലടക്കം നമ്മൾ കാണുന്നത് ലേഡീസ് കോച്ചിൽ മാത്രമല്ല സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്, അല്ലാതെയുള്ള ജനറൽ കോച്ചിലും അവർ യാത്ര ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു കേപ്പബിലിറ്റി അവരുണ്ടാക്കിയെടുക്കുന്നു, അവർ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ രോഗിയായിട്ട് കിടക്കുന്ന ആൾക്ക് വേണ്ടി മാത്രമാണ് ICUവിൽ കിടത്തി ഓക്സിജനൊക്കെ കൊടുക്കേണ്ടതുള്ളൂ. അതിന് ശേഷം അവർക്ക് ജീവിക്കാൻ പ്രാപ്തിയായി കഴിഞ്ഞാൽ അവർ ജീവിച്ചോളും എന്നതാണ് അതിൻ്റെ കാര്യം. അങ്ങനെ മുന്നോട്ട് വരാൻ കഴിയുന്നു. ഈ സന്ദേശം സമൂഹത്തിലേക്ക് എത്തുന്നില്ല. ഇതെല്ലാ റിസർവേഷനും ബാധകമാണ് എന്നും കൂടി നമ്മൾ ആലോചിക്കണം. അതായത് ഒരു റിക്കവറി അതിൽ നിന്നുണ്ടാകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഞാനിവിടെ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇവിടെ വനിതാ ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു റിസർവേഷൻ ഉണ്ടാക്കി, മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതാണ്. ഒരു റിസർവേഷൻ എന്നുള്ള രീതിയിൽ നമുക്കതിനെടുക്കാം. ഞാൻ അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. എന്താണ് ആ വനിതാ ലീഗിൻ്റെ അവസ്ഥ? ആ വനിതാ ലീഗിന് ഇടം വലം മുകൾ താഴെ എല്ലായിടത്തും അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുരുഷന്മാരാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ. അവരുടെ ഒരു വളരെ വിഖ്യാതമായ ഒരു ചിത്രം, ഒരു സമ്മേളനത്തിൻ്റെ ചിത്രം നിങ്ങൾക്കിവിടെ കാണാം. ഒരു വനിതാ ലീഗ് സമ്മേളനത്തിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കൊടുത്ത ചിത്രം, അവരുടെ പത്രത്തിൽ കൊടുത്ത പരസ്യമാണ്. അതിനകത്ത് വനിതയെ കണ്ടെത്താൻ നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിട്ടും കാര്യമില്ല എന്നതാണ് അതിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പം. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു 10-15 ആളുടെ ചിത്രം കൊടുത്തു, പക്ഷേ അതിൽ സ്ത്രീകളില്ല. സംഗതി വനിതാ ലീഗ് സമ്മേളനമാണ്. തമാശയ്ക്കാണ് എന്നുണ്ടെങ്കിലും ഇതിന്ന് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു. ഇതാണ് അവിടെ നമ്മൾ കാണുന്ന ഒരു രീതി. മുസ്ലിം ലീഗിൻ്റെ വനിതാ സമ്മേളനം എന്നോ അല്ലെങ്കിൽ വനിതാ ലീഗ് എന്ന് പറഞ്ഞ പേരിലോ
ഉണ്ടായി വരുന്ന കാര്യങ്ങളുടെ അവസ്ഥയും അത് തന്നെയാണ്. ഇനി അത് മാത്രമാണ്, ഈ വനിതാ ലീഗ് ആയാലും അല്ലെങ്കിൽ ലീഗ് തന്നെയായാലും അവർ സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ നടത്തുന്ന സമയത്ത് എപ്പോഴും സ്ത്രീകളെ അവഗണിച്ച് തന്നെയാണ് പോന്നിരുന്നത്. എന്താണ് അതിൻ്റെ കാരണം? സ്ത്രീകൾ പൊതുരംഗത്ത് വന്ന് മത്സരിക്കാൻ പാടില്ല എന്ന മതനിയമം, മതശാസന തന്നെയായിരുന്നു അതിനെന്നും കാരണമായിട്ടുള്ളത്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അതൊരു വലിയ ചർച്ചാ വിഷയമായി. ഇത് നമ്മളുടെ ഖമറുന്നിസ അൻവറിനെ പോലെയൊക്കെയുള്ള ആളുകൾ അത് വലിയ ചർച്ചാ വിഷയമാക്കി ഒരു കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, അതിനിടയിൽ ഇതുപോലെയുള്ള ആളുകളെ വേദിയിലിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരെ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് നിങ്ങൾ മതി സംസാരിച്ചത്, പെണ്ണുങ്ങൾ അങ്ങനെ ഇതുപോലെ ആണുങ്ങളിരിക്കുന്നിടത്ത് വന്ന് അധികം സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടുന്ന കാഴ്ച പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും കൂടി നിങ്ങൾ ഓർക്കണം. വിമൻ നീഡൻറ്റ് സ്പീക്ക് ടു മെയിൽ ക്രൗഡ്, മുസ്ലിം ലീഗ് സെക്രട്ടറി ഇൻസൾട്ട്സ് വുമൻ ലീഡർ ഇൻ പബ്ലിക്. ഇത് ഇവിടെ സംഭവിച്ച കാര്യമാണ്. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ വരെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ കാരണം എന്താണ്? മതം തന്നെയാണ് അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. ഏറ്റവും ഒടുവിൽ 2021 നമ്മൾ കണ്ടു, കേരള നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 25 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരു MLA നോമിനിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ടൊരു സ്ത്രീയെ ആദ്യമായിട്ട് മത്സരിപ്പിക്കുന്നത്. എന്നിട്ട് മത്സരിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ മണ്ഡലത്തിൽ ഇവരെ തോൽപ്പിക്കാൻ കൂടി വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് മെനക്കെട്ട് പണിയെടുത്തു എന്നും കൂടി വരുന്നിടത്താണ് ഒരു കാരണവശാലും ഒരു വനിത പൊതുമണ്ഡലത്തിലേക്ക് ഉയർന്നു വരരുത് എന്ന ഇസ്ലാമിക ആ തത്വം, ആ സന്ദേശം അത് വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളായിട്ട് ഇവർ മാറുന്നത്. അതായത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ മുന്നിൽ, ഒരു സെക്യുലർ സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ജനാധിപത്യം അല്ലെങ്കിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് എന്ന് ആ പ്രഷറൈസേഷൻ്റെ ഭാഗമായിട്ട് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. എന്നാൽ അവരുടെ ഉള്ളിലിരിക്കുന്ന ആ മതബോധ്യത്തെ അതിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ വോട്ട് കൊടുക്കാതെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വളരെ നെറികെട്ട രീതിയിലുള്ള പണി വരെയാണ് ഈ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളിവിടെ പറയേണ്ടി വരുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് കാണാം, ഈ ഹരിത എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു യൂത്ത് വിഭാഗം, വനിതാ വിഭാഗമാണ്. അതിൽ ഇതുപോലെ ഒരു ചെറിയ വിഷയം, ചെറുതല്ല ഒരു വലിയ വിഷയം തന്നെയാണ്. പുനഃസംഘടന നടക്കുന്നതിൻ്റെ ഇടയിൽ ആ നേതാക്കളോട് ചോദിക്കാതെ അതിന് മുകളിലുള്ള ആളുകൾ, വേറെ ആളുകൾ, ആണുങ്ങൾ കൂടി ചേർന്ന് അവർ തീരുമാനം എടുക്കുന്നു. അതിൻ്റെ പേരിൽ ആ സംഘടനയിലുണ്ടായിരുന്ന ആളുകൾ വലിയ തോതിൽ പ്രക്ഷോഭമായിട്ട് ഇറങ്ങുകയും അവരത് വലിയ ചർച്ചാ വിഷയമാക്കുകയും ചെയ്ത ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മളുടെ ഈ ഫാത്തിമ തഹലിയ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് എന്താണ്, ഇവർ ഇതിന് ശേഷം പത്രസമ്മേളനം വിളിക്കുന്നു. അവർ നേരിട്ട വിഷയം ഒരു ചർച്ചാ വിഷയമായിട്ട് അവരുടെ ആ ഒരു ആക്ടിവിസം, അവർക്ക് അറിയില്ല സത്യത്തിൽ മുസ്ലിം ലീഗ് എന്താണ് എന്നുള്ളത്, പഠിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവർ ആ ഒരു ആവേശത്തള്ളിച്ചയിൽ അവർ പോയി പത്രസമ്മേളനമൊക്കെ നടത്തി, ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ഇതാണെന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കായിട്ട് പറഞ്ഞോടുകൂടി അവരെ അവിടുന്ന് പുറത്താക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇതാണ് അന്ന് സംഭവിച്ചത്. ഇനി ഇതെല്ലാം നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗ് അതിനകത്ത്, അതിൻ്റെ സംഘടനാ സംവിധാനത്തിനകത്ത് നടക്കുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, ഇനി മതം എന്ന ഒരു മേഖലയിൽ മുസ്ലിം ലീഗിലെ മുസ്ലിം എന്താണ് മുസ്ലിം, അത് ഇസ്ലാം ഫോളോ ചെയ്യുന്നതാണ് മുസ്ലിം എന്നുണ്ടെങ്കിൽ ആ ഇസ്ലാം എന്താണ് പറയുന്നത്, അത് പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ അബൂബക്കർ മുസ്ലിയാർ ഇവിടെ എന്താ പറഞ്ഞു വെച്ചത്, അത് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ആ ഒരു പ്രക്ഷോഭം, ഇവിടെ എന്തിനാണ് പ്രക്ഷോഭം എന്നുള്ളത് വേറെ കാര്യം, അതിൻ്റെ ഒരാവശ്യമില്ല, മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്ന കാര്യമല്ല പൗരത്വ ഭേദഗതി ബില്ല്. എന്നിരുന്നാലും അതിനകത്തൊരു പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയല്ലോ. ആ ഇറങ്ങിയ സമയത്ത് അതിനകത്ത് സ്ത്രീകൾ മുന്നിൽ വന്നു നിന്നു. അതിൽ വലിയ തോതിൽ പ്രക്ഷോഭം നയിക്കുന്ന ആളുകളായിട്ടും അതിൽ പങ്കെടുക്കുന്ന ആളുകളായിട്ടും വലിയ തോതിൽ സ്ത്രീകൾ പങ്കെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അന്നും ഈ മത നേതൃത്വം എന്താ പറഞ്ഞത്, ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്താ പറഞ്ഞത്, മത നിയമമാണ് പറഞ്ഞത്. എന്താണ് ആ നിയമം? വിമൻ നീഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ CAA പ്രൊട്ടസ്റ്റ് ലൈക്ക് മെൻ. ആണുങ്ങളെ പോലെ വന്ന് നിങ്ങൾ ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രൊട്ടസ്റ്റിൽ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല, അതിനാവശ്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങളകത്തിരുന്നാൽ മതി. ദ ഇസ്ലാമിക് ലീഡർ ആഡഡ് ദാറ്റ് വിമൻ കുഡ് കം ഫോർവേഡ് ആൻഡ് ഷോ ദെയർ സപ്പോർട്ട് ടു ദ ആൻറ്റി പ്രൊട്ടസ്റ്റ് ഇഫ് സച്ച് എ സിറ്റുവേഷൻ അറോസ് ഇൻ ദ ഫ്യൂച്ചർ. ഹിസ് കമൻറ്റ്സ് ഹാവ് സ്പാർക്ഡ് എ കോൺട്രവേഴ്സി. ഇതാണെന്ന് സംഭവിച്ചത്. അത് വരേണ്ട കാര്യമില്ല, അതിന് പുരുഷന്മാരുണ്ട്. സ്ത്രീകൾ അങ്ങനെ പൊതുരംഗത്തേക്ക് അധികം കറങ്ങി നടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സംഗതി മതത്തിൻ്റേതാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനകത്ത് നിൽക്കുന്ന ഇതേ ഫാത്തിമ തഹലിയ അവിടെ എന്താ ചെയ്തു വെക്കുന്നത്? ഈ മത നിയമം തന്നെയാണ് അവിടെ പാലിക്കുന്നത്. നേരത്തെ ആ വാർത്ത, ആ പാനൂരത്തെ വിഷയത്തിൽ അവിടെ കണ്ടു, സ്ത്രീകൾക്ക് പ്രത്യേകമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ടാവും, അവരുടെ ആ ഏരിയയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൈകൊണ്ട് വീശിയൊക്കെ കാണിക്കാം എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ അഭിവാദ്യം അർപ്പിക്കാം എന്ന് പറയുന്നു. എന്താണ് ആ പ്രത്യേക ഏരിയ? മറ കെട്ടിയിട്ട് അതിനകത്ത് ഇരുത്തുക എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലോ കുഫുവൻ, ഇത് മാത്രമാണ് അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളൂ.
അതെ, ഈ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. തഹ്ലിയ നിന്ന് സംസാരിക്കുന്നു. അവിടെ 2 ഭാഗമാക്കി തിരിച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് പുരുഷന്മാർ, അപ്പുറത്ത് സ്ത്രീകൾ. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. അങ്ങനെ സ്ത്രീയും പുരുഷനും ഇടകലരാൻ പാടില്ല. അങ്ങനെ ഇടകലർന്നാൽ ഉടനെ തന്നെ അവിടെ LKG ക്ലാസ് തുടങ്ങേണ്ടി വരും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ ഈ ചിത്രവും കൂടി അതിൻ്റെ കൂടെ ഒന്ന് കാണണം. ഈ ചിത്രം എവിടെ നിന്നാണ് എടുത്തത് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ഹൂറി പരാമർശം ഉണ്ടായിരിക്കും എന്നും കൂടി ഞാനൊന്ന് ഇവിടെ അറിയിക്കുകയാണ്. കമ്മിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ ലൈവിന് ശേഷം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കേട്ടൻ, അതിൻ്റെ ഇപ്പുറത്ത് ആണുങ്ങൾ, അതിൻ്റെ ഇപ്പുറത്ത് പെണ്ണുങ്ങൾ. എന്താണ് അവിടെ കാണുന്നത്? കോളേജാണ്. ആണും പെണ്ണും കലരാൻ പാടില്ല. ഇതെന്താണ്? ഇത് മതനിയമമാണ്. ഇതെവിടെയാണ്? ഇസ്ലാമിക നിയമം പാലിക്കുന്ന അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്ന ഒരു രാജ്യത്ത് തന്നെ നടന്നിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന സാധനം. അപ്പോൾ ഇവിടെ തഹ്ലിയ ഈ പണി ചെയ്യുമ്പോഴും ഈ പറയുന്ന കൂട്ടം ആളുകൾ ഇത് ചെയ്യുമ്പോഴും താലിബാനാണ് അവരത് ചെയ്യുന്ന സമയത്തും അത് 2 മതനിയമം തന്നെയാണ് അവിടെ നടപ്പിലാക്കുന്നത് എന്ന് വരുമ്പോൾ തഹ്ലിയ ചെയ്തതും അതല്ലെങ്കിൽ ആ വേദിയിൽ നടന്നിട്ടുള്ള ഏർപ്പാടാക്കിയ ആ ഒരു സെഗ്രിഗേഷനും താലിബാൻ ഇവിടെ ഏർപ്പാടാക്കിയ സെഗ്രിഗേഷനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇത് താലിബാൻ്റെ ഇസ്ലാമും ഇത് തഹ്ലിയയുടെ ഇസ്ലാമൊന്നുമല്ലല്ലോ. 2ഉം ഇസ്ലാം തന്നെയാണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് മതനിയമം തന്നെയാണ് 2ഇടത്തും അവിടെ സ്ഥാപിക്കപ്പെടുന്നത്, അവിടെ നിഷ്കർഷിക്കപ്പെടുന്നത്, അവിടെ അനുവർത്തിക്കപ്പെടുന്നത്. ഇനി ഇതൊരു ചിത്രം. അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന നമ്മളെ കുഞ്ഞു ജിഹാദി. ഈ ജിഹാദി എന്താ ചെയ്തത്? ഒരു മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടി പുറത്തു വെച്ചാണ് നടത്തിയതെന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും അങ്ങനെ നടത്തുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ജെൻഡർ പൊളിറ്റിക്സ് അതിനെക്കുറിച്ചൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ആ വേദിയിലും നമ്മുടെ താലിബാൻ്റെ കയ്യിൽ നിന്നും ആ കേട്ടൻ കടം വാങ്ങിയിട്ട് അവിടെ നടുക്ക് കെട്ടിയിട്ട് എന്നിട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും ആളെ തിരിച്ചിരുത്തി എന്നിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാസിൽ ഇവിടെ ഏർപ്പാടാക്കിയത് എന്താണ്? അതും ഈ താലിബാനിസം തന്നെയാണ്. അപ്പോൾ തഹ്ലിയ സംസാരിക്കുന്ന വേദിയിലുണ്ടായിരുന്നത് താലിബാനിസം. അവിടെ നമ്മൾ കണ്ട താലിബാൻ്റെ ക്ലാസ് റൂമിൽ നമ്മൾ കണ്ടത് അത് താലിബാനിസം. ഇവിടെ അബ്ദുള്ള ബാസിൽ ചെയ്തു വെക്കുന്ന എന്താണ്? അതും താലിബാനിസം. ഈ 3 താലിബാനിസത്തിൻ്റെ പിന്നിൽ അവരെടുത്തു വെക്കുന്ന എന്താണ്? അത് മതനിയമമാണ്. ഏത് മതനിയമമാണ്? അത് ഇസ്ലാം എന്ന മതത്തിൻ്റെ നിയമമാണ്. അപ്പോൾ ഇസ്ലാം എന്ന മതത്തിൻ്റെ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലൊരു കാര്യം ചെയ്യുന്നത് അത് താലിബാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നു. നമ്മൾ മുക്കാൽ മീഡിയനെ മാറ്റി നിർത്തിക്കോളൂ, അവർക്ക് വിസ്മയം പോലെ താലിബാനാണ്, അത് നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ആളുകൾ അതിനെതിർക്കും. അത് യഥാർത്ഥ ഇസ്ലാമല്ല, ഞങ്ങൾ അങ്ങനത്തെ മുസ്ലിങ്ങളല്ല, അതൊക്കെ അവിടെയുള്ള ആളുകളാണ്, അത് അമേരിക്കയുടെ സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെഴുകുന്ന ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ 3 കൂട്ടം ആളുകളും ചെയ്തത് ഇതേ സാധനം തന്നെയാണ്. ഇവർ സലഫികളാണ്. മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഇനി ഏത് കൂട്ടമാണെന്ന് അവർ തന്നെ തീരുമാനിക്കുക. സമസ്തയുടെ ആണെന്ന് പറയുന്നവരുണ്ട്. ഏതാണെന്നുണ്ടെങ്കിലും അവർ കൊണ്ടു നടക്കുന്നത് ഇസ്ലാം തന്നെയാണ്. കാരണം സെഗ്രിഗേഷൻ അവിടെ ഉണ്ട്. താലിബാൻ പിന്നെ ഏതാണെന്ന് നമ്മൾ ചോദിച്ച് നടക്കേണ്ട കാര്യമില്ല, അത് നമുക്കറിയാലോ, അത് നമ്മളെ സമാധാന മതം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ 3 സ്ഥലത്തും വരുമ്പോൾ അതിൽ താലിബാനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നു, ഈ ജിഹാദികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നു, സലഫികൾ ചെയ്യുമ്പോൾ എതിർക്കാൻ കഴിയുന്നു, മുസ്ലിം ലീഗ് അവർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല? അതെങ്ങനെയാണ് ഉടനെ അതൊരു മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള വിവേചനങ്ങൾ അത് സമൂഹത്തിൽ ഉണ്ടാകുന്നതിനെ എതിർക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ പേരിലുള്ള വിവേചനമാണ് ആയാലും അതിനെ എതിർക്കുന്ന ആളുകൾ ആയിട്ട് നിലനിൽക്കുമ്പോൾ അതെവിടെ കണ്ടാലും നിങ്ങൾക്ക് എതിർക്കാൻ സാധിക്കണം. അത് ഹിന്ദു വിഭാഗത്തിൻ്റെ ഭാഗത്ത് മാത്രമാകുമ്പോൾ പോരാ, അത് ഇതുപോലെ കാക്കാമാർ ചെയ്യുമ്പോഴൊന്ന് എതിർക്കണം. അവിടെ പക്ഷേ നമ്മൾ കാണുന്നത് ഇച്ചിരി വർഗീയതയും ഇച്ചിരി സ്ത്രീവിരുദ്ധതയും ഇച്ചിരി ഭീകരവാദമൊക്കെ കാക്കാമാരായിക്കോട്ടെ, അവർ ന്യൂനപക്ഷമല്ലേ എന്ന് പറയുന്ന ആ രീതി, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് നമ്മളിത് എടുത്ത് വെച്ച് ഇതുപോലെ വിളിച്ചു കൂവി പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി അത് വെച്ച് കാശുണ്ടാക്കി ജീവിക്കുന്നത്, പുട്ടടിക്കുന്നത്, ബിരിയാണി തിന്നുന്നത്. അത് ഇനിയും ഞാൻ ചെയ്യും. നിങ്ങളിത് കുറയ്ക്കാത്ത കാലത്തോളം ഇത് നമുക്ക് അന്നം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇത് ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പറയാനുള്ള അവസരങ്ങൾ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്കൊണ്ടാവുമെങ്കിൽ നിങ്ങൾ അതാണ് നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത്. അല്ലാതെ പറയുന്ന ആളുകളുടെ വായിലേക്ക് നമ്മൾ മുഹമ്മദ് നബി ഒരാൾ മരിച്ചു കിടന്നപ്പോൾ അവരുടെ മുന്നിൽ ഇരുന്ന് നിലവിളിച്ച സ്ത്രീകളുടെ വായിലേക്ക് മണ്ണ് വാരിയിട്ട മാതിരിയുള്ള പരിപാടി നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഈ കരച്ചിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല അതിനെ നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടത് എന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇനി ഒരു കാലത്ത് ഇവിടെ താലിബാൻകാർ ഈ സ്ത്രീകളുടെ മൂട്ടിൽ തല്ലി ഓടിക്കുന്നത് പോലെ ഇവിടുത്തെ ജിഹാദികൾ തല്ലി ഓടിച്ചാലും
ഇവിടുത്തെ ലീഗുകാർ തല്ലി ഓടിച്ചാലും ഇത് 3 തല്ലും, ഈ മൂട്ടിൽ കിട്ടുന്ന തല്ലും അതെല്ലാം ഇസ്ലാമിൻ്റെ തല്ല് തന്നെയാകുമ്പോൾ അത് ഹലാൽ തല്ലായി മാറുമോ എന്നും കൂടി മാത്രമാണ് എനിക്കിനി അറിയേണ്ടതുള്ളൂ. അതല്ല താലിബാൻ തല്ലുന്ന തല്ല് മാത്രമാണ് പ്രശ്നം, മുസ്ലിം ലീഗ് തല്ലുമ്പോൾ അതായിക്കോട്ടെ, അത് അവരുടെ മതസ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറുമോ, ഇതാണ് എനിക്ക് അറിയേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയമുണ്ട്, ഒരു ജെൻഡർ അപ്പാർട്ടൈഡ് എന്ന് പറയുന്നൊരു വിഷയം. അത് മുസ്ലിങ്ങൾ ഇതുവരെ ഉൾക്കൊള്ളാത്തൊരു വിഷയമാണ്. മുസ്ലിം ലീഗ് എന്നല്ല, മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഒരിക്കൽ പോലും കാര്യമായിട്ട് എടുക്കാത്തൊരു വിഷയമാണ്. നിങ്ങൾ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ് നടന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഓൾ ഐസ് ഓൺ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണം. കാരണം ഈ ജെൻഡർ അപ്പാർട്ടൈഡ് എന്ന് പറയുന്നത് ഒരു ആഗോള പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ലോകത്ത് അതിൽ ഒന്നാമത്തെ രാജ്യമായിട്ട് നിലനിൽക്കുന്നത് നമ്മളുടെ അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ആ വിഷയത്തിലേക്കും കൂടി നിങ്ങളുടെ ശ്രദ്ധ വരണം. അതേസമയം ഇവിടെ കാണുന്നത് തഹ്ലിയെ പോലെയുള്ള ഇതിനൊക്കെ സംസാരിക്കേണ്ട, ശബ്ദമുയർത്തേണ്ട ആളുകൾ നിശബ്ദരായിട്ട് ഇരിക്കുന്നു. അവർ ഇതിന് വഴിവെക്കുന്ന ആളുകളായിട്ട് മാറുന്നു. ഞങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ പരാതി എന്ന ആ ഓഞ്ഞ ചോദ്യവുമായിട്ട് നടക്കുന്ന ആളുകളുമായിട്ട് മാറുന്നു. വിശ്വാസത്തിൻ്റെ പേരിലുള്ള വിവേചനമൊക്കെ അത് ഹലാൽ വിവേചനമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ മെഴുകുന്ന ആളുകളായിട്ട് മാറുന്നു. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. അത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇത് തിരിച്ചറിയുന്ന ആളുകൾ ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ ആ വിഷയത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതൊരു മതേതരം പാർട്ടിയല്ല, അത് മതേതറ പാർട്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ മുന്നേ നമ്മൾ ചെയ്തത് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രീതികൾ, പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധത, അത് സംബന്ധിച്ചുള്ള വിഷയത്തിൽ എന്താണെന്ന് നിങ്ങൾ കണ്ടു. അതിൽ ഒരു ഭാഗം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരികയാണ്. എന്താണ് ഇവരുടെ വർഗീയത, എവിടെയാണ് ഈ മതം ഇതിനകത്തേക്ക് കടന്നു വരുന്നത് എന്നുള്ളതും കൂടി നമുക്കൊന്ന് കാണാം. ഞാൻ ഈ പറഞ്ഞ മതേതറ പാർട്ടിയാണെന്ന് ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ചുരുക്കി ഒന്ന് പറയാം, കാരണം അത് പഴയ ഒരു വീഡിയോ ആണ്, വലിയ കുളൂസൊന്നുമില്ല, പിന്നെ ഇസ്രായേലിൻ്റെ പതാകയൊന്നും അതിലില്ല. അപ്പോൾ ഒരു പതാക വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കളയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പതാക നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇത് ഏതാനും നാളുകൾക്ക് മുന്നേ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞൊരു വാചകം, റിയാസിൻ്റേത് വ്യഭിചാരമാണ്, വിവാഹമല്ല, അത് പറയാനുള്ള നട്ടലുണ്ടാകണം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മളെ പിണറായി വിജയൻ്റെ മകള് റിയാസ് എന്ന ആ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഇപ്പോഴത്തെ നമ്മളുടെ PWD ഒക്കെ മന്ത്രിയായിട്ടുള്ള ആളുടെ കല്യാണം നടന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. കാരണം റിയാസ് മുസ്ലിമാണ്, പിണറായി വിജയൻ്റെ മകള് മുസ്ലിമുമാണ്. അങ്ങനെയുള്ളൊരു കല്യാണം അത് നടന്നു കഴിയുമ്പോൾ അത് വ്യഭിചാരമാണ് എന്ന് പറയുക മാത്രമല്ല, അത് പറയാനുള്ള നട്ടെല്ലും ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ ഇതുപോലെയുള്ള ചില ഒരു ഡയലോഗുകളൊക്കെ അടിച്ചുവിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ഒരു സെക്രട്ടറി തന്നെയാണ്, അബ്ദുറഹ്മാൻ കല്ലായി. അപ്പോൾ അന്നത് വലിയ വിഷയമായി, ഇത് വലിയ ചർച്ചാ വിഷയമായി. ഇതിങ്ങനെ പറഞ്ഞത് ശരിയല്ല, ഇത് പിൻവലിക്കണം, ഇത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആളുകളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴും ആളുകൾ പറയാൻ മടിച്ചു. എന്താണത്? അബ്ദുറഹിമാൻ പറഞ്ഞു വെച്ചത്, കല്ലായി കാക്ക പറഞ്ഞു വെച്ചത് അത് ഇസ്ലാമിലെ നിയമമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, സൂറത്ത് നൂറിൽ ഈ പറയുന്ന വാചകം, 3-ാമത്തെ വാചകം അവിടെ നിങ്ങൾക്ക് കാണാം. വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല. വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല. സത്യവിശ്വാസികളുടെ മേൽ അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഇവിടെ ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തി അമുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു എന്ന് വരുമ്പോൾ ആ അമുസ്ലിമായിട്ടുള്ള വ്യക്തി ബൈ ഡിഫോൾട്ട് ഈസ് ആൻ അഡൾട്രസ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇതിലേറ്റവും വലിയ തമാശ, മുഹമ്മദ് നബി നമ്മളുടെ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് അതിൽ വേറെ ഒരു തമാശയുണ്ട്. ഒരു സ്ത്രീ സ്വന്തം കല്യാണം ഏർപ്പാടാക്കിയാൽ ആ സ്ത്രീയും വ്യഭിചാരിണിയാണെന്ന് പറയുന്നതും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഖദീജ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ആദ്യത്തെ ഭാര്യയും ഒരു വ്യഭിചാരിണിയായിട്ട് വരും ഈ തരം ഡെഫിനിഷൻ വെച്ച് എന്നുള്ളത് ഒരു സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിലെ ചില കുത്തഴിഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അധ്യാപനം ഇത് വെച്ച് തന്നെയാണ് അന്ന് അബ്ദുറഹിമാൻ കല്ലായി കാക്ക ഇത് പറഞ്ഞു വെച്ചത്. ഇതാണൊരു ശരാശരി കോയയുടെ തലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മാനവിക ബോധം എന്ന് പറയുന്നത്. അവരുടെ കണ്ണിൽ എല്ലാം അളന്ന് മുറിച്ച് കൊടുക്കപ്പെടുന്നത് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ സ്കെയിലിന് അറ്റമില്ലാത്ത സ്കെയിലാണ് എന്നതാണ് ഈ പറഞ്ഞ് വെക്കുന്നത്. അവർ അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലിന് അറ്റമില്ല. അതിങ്ങനെയുള്ള ചില തറ സാധനങ്ങൾ വെച്ച് മാത്രമാണ് അവർക്ക് കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ എന്നതാണ് ഇതിൻ്റെ കാര്യം.
എന്നിട്ടത് വലിയ വിഷയമായപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത് എന്താണ്, വ്യക്തി ജീവിതത്തിലെ മതപരമായ കാഴ്ചപ്പാടാണ് ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അവിടെ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഖുറാനിലെ കാര്യം, ഒരു വ്യക്തി ജീവിതത്തിലെ മതപരമായ ഒരു കാഴ്ചപ്പാട്. ഒരു മുസ്ലിം കല്യാണം കഴിക്കുമ്പോൾ അതാണെന്നുണ്ടെങ്കിൽ പെണ്ണ് മുസ്ലിം ആണെങ്കിൽ പെണ്ണിനെ കൺവേർട്ട് ചെയ്യണം, വേറെ വഴിയൊന്നുമില്ല. ഇനി പെണ്ണ് മുസ്ലിമും ആണ് അമുസ്ലിമും ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ കല്യാണം തന്നെ പാടില്ല. ഇനി അഥവാ അങ്ങനെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ആണ് തിരിച്ച് ഇസ്ലാമിലേക്ക് വരണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാതെ വേറെ അതിനകത്ത് ലം യലിദ് വലം യൂലദ് വലം യകുൽ കുഫുവനായത് വേറെ വഴിയൊന്നുമില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് ആരെയും വ്യക്തിപരമായോ കുടുംബപരമായോ വേദനിപ്പിക്കാൻ ലക്ഷ്യം വെച്ചായിരുന്നില്ല. അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. പ്രസ്തുത പരാമർശത്തിൽ ഞാൻ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നു. അവിടെയാണ് നിർവ്യാജം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, അവിടെ വ്യാജമായിട്ടുള്ള ഒരു ഖേദം തന്നെയാണ് അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് പിൻവലിച്ചു എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങൾക്ക് വേദന ഉണ്ടായല്ലോ, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഖേദം മാത്രം ഒന്ന് പ്രകടിപ്പിച്ചൊന്ന് മുങ്ങുകയാണ്, ഒന്ന് പിൻവാങ്ങുകയാണ്. അത് ഞാൻ പിൻവലിച്ചിട്ടൊന്നുമില്ല, അത് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. കാര്യം എന്താണ്, ഖുർആനിലെ ആയത്ത് അവിടെ കിടക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിച്ചാൽ അത് വ്യഭിചാരിണിയാണ്, വ്യഭിചാരകനാണ് എന്നുള്ള ആയത്ത് അവിടെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഈ സാധനം എടുത്തു വെച്ച് ഒരു രാഷ്ട്രീയ എതിരാളിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മതത്തിലെ കിതാബിലെ സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ അത് തന്നെയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അത് മത പാർട്ടിയാണ്, അതൊരു വർഗീയ പാർട്ടിയാണെന്ന് നമ്മൾ പറയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. അവർ രാഷ്ട്രീയത്തെ അളക്കുന്നത്, രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആശയങ്ങൾ പോലും മതകിതാബിൽ നിന്നും പ്രേരിതമായിട്ടുള്ള ആശയങ്ങളാവുമ്പോൾ അത് വെച്ചിട്ടുള്ള വികലമായ മോറൽ ഗ്രൗണ്ട്സാണ് സെറ്റ് ചെയ്തിട്ടാണ് ആളുകളെ അളക്കുന്നതും അത് വെച്ച് ആളുകളെ ചിത്രീകരിക്കുന്നതും എന്ന് വരുന്നിടത്താണ് ഇത് വലിയൊരു അപകടമായിട്ട് മാറുന്നതും ഒരു അശ്ലീലമായിട്ട് മാറുന്നതും. ഈ പാർട്ടി തന്നെ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി തന്നെ സമൂഹത്തിലേക്ക് വളരെ തെറ്റായ കപട സദാചാരത്തിൻ്റെ രീതികൾ സംഭാവന ചെയ്യുന്ന ഒരു പാർട്ടി കൂടിയായിട്ട് മാറുന്നത് അങ്ങനെയാണ്. ഇനി ഇവരുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, മുസ്ലിം ലീഗിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് തിരുത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ലീഗുകാരനുണ്ടെങ്കിൽ എന്നെ സമീപിക്കുക, കമ്മിറ്റി ഓഫീസിൽ വന്ന് ബന്ധപ്പെടുക, നിങ്ങൾക്ക് ഹുറി പരാമർശം ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഭരണഘടന ഇത് 1951 സെപ്റ്റംബർ 1 മദുരാശിയിൽ ചേർന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൗൺസിൽ അംഗീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു ഇതാണ് ഭരണഘടന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. ഇതിനകത്ത് അവർ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ യൂണിയനിലെ പൗരനും 18 വയസ്സിൽ കുറയാത്ത പ്രായമുള്ള ആളും ആയ മുസ്ലിമിന് മാത്രമേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമിക മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ അംഗമാകാൻ പാടുള്ളൂ. അതായത് മുസ്ലിം ലീഗിൻ്റെ പ്രാഥമിക കമ്മിറ്റിയിൽ അംഗമാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ നിങ്ങൾ ഇന്ത്യൻ പൗരനായാൽ പോരാ, പ്രായം തികഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ മുസ്ലിമും ആകണം, അറ്റഞ്ചെത്തിയിരിക്കണം എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ BJPയുടെ കാര്യം പറയുന്ന സമയത്ത് ഇതൊക്കെ അതും ഇതും ഒക്കെ വർഗീയമല്ലേ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ തോറ്റുപോകും. കാരണം എന്താണ്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു നമ്മൾ ശിഹാബ് തങ്ങൾ തന്നെ അങ്ങ് എടുത്തോളൂ, അല്ലെങ്കിൽ ഹൈദരലി തങ്ങൾ, ആ തങ്ങൾക്ക് വേണമെങ്കിൽ BJPയുടെ പ്രസിഡൻ്റായി അവിടെ നിന്ന് BJPയുടെ നാഷണൽ പ്രസിഡൻ്റ് ആകാം, BJPയുടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാനുള്ള അവസരം അത് BJPയിലുണ്ട്. എന്നാൽ അത് മുസ്ലിം ലീഗിലില്ല എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും കാതലായിട്ടുള്ളൊരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് അതും ഇതും ഒക്കെ ഒന്നാണ് എന്ന് പറയുന്ന ആളുകൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ ഒരു ആദ്യത്തെ വ്യത്യാസമാണ്. ഇത് അതും ഇതും ഒന്നല്ല, ഇത് കൃത്യമായ വർഗീയതയും കൃത്യമായ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് തന്നെയാണ് ഈ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെറ്റുണ്ട്. കാരണം എന്താണ്, നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പേരിട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുമ്പോഴും അത് സെക്യുലർ ആയിരിക്കണം, അത് ഡെമോക്രാറ്റിക് ആയിരിക്കണം എന്ന ഒരു നിബന്ധനയുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യ സെക്യുലറാണ്, ഡെമോക്രാറ്റിക് ആണ്. ആ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കണം ഏത് ഘട്ടത്തിലും എന്നതാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇടത്തിൽ അതൊന്നും വേണ്ട എന്നൊരു അവകാശവാദമാണോ നിങ്ങൾ വെക്കുന്നത്? അത് തെറ്റാണ്. കാരണം ഏതൊരു പൗരനും ഇവിടെയുള്ള അടിസ്ഥാന അവകാശങ്ങളിൽപ്പെട്ടിട്ടുള്ളതാണ് ഈ സെക്യുലറായിട്ടുള്ള നിലനിൽപ്പും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിലനിൽപ്പും. അത് ചോദ്യം ചെയ്യുന്നത് അത് സ്വന്തം വീട്ടിലായാലും അത് വിദ്യാലയങ്ങളിലായാലും ജോലി സ്ഥലത്തായാലും അതല്ലെങ്കിൽ അതുപോലുള്ള ഏത് മേഖലയിലായാലും അത് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാനുള്ള ഒരു സംവിധാനം അത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും നമ്മൾ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്.
പ്രധാനമായിട്ട് ഇപ്പോൾ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ, ഈ സ്വത്തവകാശം സംബന്ധിച്ചിട്ടുള്ളതായാലും എല്ലാം, അതിനകത്തെല്ലാം അവർക്കൊരു സേ ഇവിടെ കിട്ടുന്നത് ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആ ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളതിൻ്റെ പേരിൽ മാത്രമാണ്. അത് ഓരോ വ്യക്തിക്കും അവരുടെ സ്വകാര്യ ഇടത്തിലും പൊതു ഇടത്തിലും ഉണ്ട് എന്നതാണ് ഇന്ത്യയിലെ ആ ഒരു സംവിധാനത്തിൻ്റെ ഒരു മനോഹാരിത. അതിനെ തച്ച് തകർക്കുന്ന രീതിയാണ് മുസ്ലിം ലീഗ് ഇവിടെ വെച്ച് പുലർത്തുന്നത്. ഇത് അപകടമാണ്. ഇതിവിടെ എടുത്ത് പറയാറില്ല. ഇത് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇതിനെ വെള്ളപൂശുന്ന ആളുകൾ വന്ന് പറയുക മുസ്ലിം ലീഗ് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു മുന്തിയ സാധനമാണെന്ന് പറഞ്ഞു വെക്കുന്ന അല്ല. അത് മുസ്ലിങ്ങളെ കൂടുതൽ വർഗീയവൽക്കരിക്കുന്ന, ന്യൂനപക്ഷ വർഗീയത അത് വളർത്തുന്ന, അത് വേറൊരു രീതിയിൽ വളർത്തുന്ന ഒരു പാർട്ടി തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിനേക്കാൾ കൂടിയ രീതിയിൽ വർഗീയത വളർത്തുന്ന ആളുകൾ വേറെ വന്നപ്പോൾ ഇവർ ഒന്ന് കുറഞ്ഞു നിന്നു എന്നതേ ഉള്ളൂ. അതല്ലായിരുന്നുണ്ടെങ്കിൽ ഇതേ മുസ്ലിം ലീഗിൻ്റെ മൂത്താപ്പ തന്നെയായിരുന്നു ഇന്ത്യയിൽ ആ ഒരു വിഭജനത്തിൻ്റെ ഒരു ചിന്ത അതിവിടെ കൊണ്ടിട്ടതും അത് പരിപോഷിപ്പിച്ചതും അതിൻ്റെ പേരിൽ അവസാനം പാകിസ്ഥാൻ ഉണ്ടായതും ഇന്നും അതിൻ്റെ പേരിൽ നമ്മൾ യുദ്ധത്തിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പോലും മുടക്കി കളയേണ്ട ഒരു ഒഴുക്കി കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കൊണ്ടെത്തിച്ചത് എന്നുകൂടി ആലോചിക്കുമ്പോൾ നമ്മൾ ഈ മുസ്ലിം ലീഗിൻ്റെ ആ ചരിത്രം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതേ മുസ്ലിം ലീഗും അവർ ഉയർത്തിയ ഈ ന്യൂനപക്ഷ വർഗീയത തന്നെയാണ് ഇന്ത്യയിൽ ഈ ഭൂരിപക്ഷ വർഗീയത, ഹിന്ദു മഹാസഭ അടക്കം അവിടെ നിന്ന് അങ്ങോട്ടുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, നീക്കങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ന്യൂനപക്ഷ വർഗീയത ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ത്യയിൽ ഒരു ഭൂരിപക്ഷ വർഗീയതയോ ഒരു ഹിന്ദു മഹാസഭയോ അതല്ലെങ്കിൽ ഇന്ന് പറയുന്ന സംഘപരിവാറോ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അത് ഒരു ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല ഇത് നമ്മൾ പണ്ട് സംഭവിച്ചതാണെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും UK-യിലും ജർമ്മനിയിലും ഫ്രാൻസിലും അതുപോലെയുള്ള ഓരോ സ്ഥലവും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ന്യൂനപക്ഷ വർഗീയതയുടെ പേരിൽ ശരിയായ നിയമം വേണമെന്ന് പറഞ്ഞ് നടുറോട്ടിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ പേരിൽ അവിടങ്ങളിലുള്ള വലതുപക്ഷം ശക്തിപ്പെടുന്നതും അവർ ജയിച്ചു കയറുന്നതും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ അതിൻ്റെ കൂടുതൽ വാർത്തകൾ വരും. നമ്മൾ കുറച്ച് വാർത്തകൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ട് പറയാൻ പറ്റാതെ പോയതാണ്. നാളെ നമുക്കത് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള മറ്റ് ചില ഡയലോഗ്സ്, മുസ്ലിം ലീഗ് വിട്ടുപോകുന്നവർ ദീനിൽ നിന്നും മതത്തിൽ നിന്നുമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ KM ഷാജിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴും ഇവിടെ പരാമർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും അദ്ദേഹം തൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ആരാണ് KM ഷാജി? ഗർജിക്കുന്ന മറ്റൊരു കുതിരയാണ്, ഒരു സിംഹമാണ്. അത് മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു സിംഹമാണ്. ഈ കുതിര എന്താണ് ഈ കയറി വരുന്നത്, പോട്ടെ. എന്തായാലും അത് നമുക്ക് കാണാം. അങ്ങനെ സംസാരിക്കുന്ന ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ മതം ആണ് പ്രശ്നമെന്ന് ആവർത്തിച്ച് പറയാൻ, മതമാണ് ഞങ്ങളുടെ നിലനിൽപ്പ് എന്ന് പോലും പറയാൻ ആർജവം കാണിക്കുന്ന ഇതുപോലുള്ള ചുരുക്കം ചില സത്യസന്ധരായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. അൽ അമീൻ എന്നാണ് നമ്മളിവരെ വിളിക്കേണ്ടത് എന്നാണ് പണ്ട് നമ്മൾ നബി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അൽ അമീനായിട്ടുള്ള ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ സത്യസന്ധമായിട്ട് പറയാൻ ഒരു പൊതുജന മധ്യത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാർ ഒരു കൂസലുമില്ലാതെ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അതിന് കയ്യടി കിട്ടുന്നുണ്ട്. അത് വർഗീയതയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നില്ല എന്ന് വരുന്നിടത്ത് നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ് എന്നത് ഇവിടെ ഓർപ്പിക്കേണ്ടി വരുന്നു. ഇദ്ദേഹം നടത്തിയ പ്രസംഗം ഒരു 3-4 മിനിറ്റ് ഉണ്ട്, നമുക്കൊന്ന് കേട്ട് കഴിയാം. എനിക്കൊരു വിശ്രമമാവുമല്ലോ, നമുക്കൊന്ന് കേൾക്കാം. ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. മലബാറിലെ ഈഴവന്മാരെ നിങ്ങൾ നോക്ക്, തെക്കുള്ള ഈഴവന്മാരെ നിങ്ങൾ നോക്ക്. തെക്കിലെ ഈഴവന്മാർ CPM-ന്റെ കയ്യിലല്ല, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ ഈഴവന്മാർക്ക് നട്ടല്ലു നിവർത്തി ജീവിക്കുന്നവരാണ്. വടകര താലൂക്കിൽ, കണ്ണൂരിൽ, ഈ മലബാറിലെ ഈഴവന്മാർ CPM-ന്റെ ചാവേറുകളാണ്, തല്ലുതൊഴിലാളികളാണ്. ആളെ കൊല്ലാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ്. എന്തേ അങ്ങ് തെക്കിൽ കാണുന്ന പോലെ ഈഴവന്മാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലില്ല? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുവട്ടിൽ പെട്ടുപോയവരെ പതുക്കെ പതുക്കെ ഇവർ തകർക്കും. മുസ്ലിങ്ങളെ തകർക്കാൻ അവന്റെ ഇസ്സത്ത് മാത്രം തകർത്താൽ മതി. വളരെ ആസൂത്രിതമായി അത് നടക്കുന്നു. സ്നേഹമുള്ളവരെ, CPM-ൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ, SFI-ലും DYFI-ലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിലരൊക്കെ ചിരിക്കുകയാണ്. ഓ, ലീഗിന് ക്ഷീണായി പോയി. ലീഗിന്റെ ആഫീസിന്റെ പരിസരത്ത് നിന്നല്ല അവർ പോകുന്നത്, അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. DYFI-യുടെ കൊടി പിടിച്ച് മുന്നോട്ട് വന്ന ഒരുത്തനെ നിങ്ങൾ പരിശോധിച്ചോ? അവരെ നിങ്ങൾ പരിശോധിക്ക. CPM-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളില്ലേ, സമുദായത്തിന്റെ പേര് പറഞ്ഞ്? ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ CPM-ൽ മെമ്പർഷിപ്പ് എടുക്കാത്തത്? എന്താ മെമ്പർഷിപ്പ് എടുക്കാത്തത്? CPM-ലേക്ക് പോകുന്നത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തലയിൽ കെട്ടി തന്നെ CPM-ൽ മെമ്പർ ആയിക്കൂടെ? മെമ്പർഷിപ്പ് എടുത്തുകൂടെ? എന്താ നിങ്ങൾ എടുക്കാത്തത്?
എന്തേ നിങ്ങളുടെ മക്കളെ SFI ആക്കാത്തത്? എന്തേ നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ DYFIയിലേക്ക് ചേർക്കാത്തത്? നിങ്ങൾ അവരെ വിടില്ല, നിങ്ങളുടെ മക്കളെ വിടില്ല. നമ്മുടെ ഉമ്മമാര് അതിരാവിലെ അവരെപ്പോഴാ കിടക്കുക? 12 മണി 1 മണി അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി അതിരാവിലെ എഴുന്നേൽക്കും. എന്നിട്ട് മക്കളെ പതുക്കെ പുതപ്പിൽ നിന്ന് വലിച്ചു മാറ്റി വിളിച്ചുണർത്തി അവന്റെ മുഖമടക്കം കഴുകിക്കൊടുത്ത് അവനെ ചേർത്തു പിടിച്ചവർ മദ്രസയിലേക്ക് കൊണ്ടുപോകും. പോകുന്ന വഴിയില് പേപ്പട്ടി കടിച്ചു ഒരു ഉമ്മയെ നിങ്ങൾ കണ്ടില്ലേ? എന്തെല്ലാം ബുദ്ധിമുട്ടുമാർ ഈ ഉമ്മമാർക്കുണ്ട്. എന്തിനാ ഈ മദ്രസയിലേക്ക് വിടുന്നത്? ഉസ്താദിനെ പീഡിപ്പിക്കാൻ, അല്ല എന്തിനാ? അല്ല, നമ്മൾ സാധാരണ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പോട്ടെ, ദീനു പഠിക്കാൻ അല്ല, അതുമാത്രമല്ല അതുവഴി നല്ല മനുഷ്യരായി വളരാൻ. ആ കുട്ടികളാണോ SFI ആവേണ്ടത്? നിങ്ങൾ പറ. ആ കുട്ടികളാണോ SFI ആവേണ്ടത്? അവരെയാണോ SFI പിന്നീട് പോയി ചേരേണ്ടത്? അവരാണോ? പള്ളിയല്ല പണിയണം, പള്ളിക്കൂടം 1000 പണിയണം. ആർക്കാ അഭിപ്രായ വ്യത്യാസമല്ലാതെ? നിങ്ങൾ ആരോടെ ഈ പറയണത്? ഇവിടുത്തെ മുസ്ലിം ലീഗിനോടോ? ഇവിടുത്തെ മുസ്ലിങ്ങളോടോ പള്ളിക്കൂടം പണിയാൻ? എന്റെ CPM-കാരാ, നിങ്ങൾ പള്ളിക്കൂടം പണിയാറുണ്ടോ? നിങ്ങൾ പലിശയുടെ ബാങ്ക് ഉണ്ടാക്കാറുണ്ട് ഇഷ്ടംപോലെ. നിങ്ങൾ ആശുപത്രി തുടങ്ങാറുണ്ട്. കാര്യം എന്താണ്? പൊട്ടും കുത്തും കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാൻ ഒരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് ആശുപത്രി ഉണ്ടാക്കാറുണ്ട്. എടാ, സ്കൂൾ തുടങ്ങാറുണ്ടോ? നിങ്ങൾ സ്കൂൾ തുടങ്ങാറുണ്ടോ? കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് നിറച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പള്ളിക്കൂടം ഞങ്ങൾ പണിയും, പള്ളിയും ഞങ്ങൾ പണിയും. ആ പള്ളി പണിയണ്ടെന്ന് മക്കളെ പഠിപ്പിക്കുന്ന SFIയിലാണോ? എന്ത് ഡിപ്ലോമസിയുടെ പേരിലും നിങ്ങൾ പോയി ചേരേണ്ടത്? ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലാണോ നിങ്ങൾ ആളുകളെ കൊണ്ടുപോയി ചേർത്തേണ്ടത്? നിങ്ങൾ പറയ, അവിടെയാണോ? മതമല്ല പ്രശ്നം. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതാവല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. കേട്ടല്ലോ. അപ്പോൾ ഇതാണ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്യാതെ അത് മുഴുവനൊന്ന് കേൾപ്പിച്ചു തന്നത്. അതായത് ഇത്തരം ആശയങ്ങൾ പറയുന്ന ആളുകൾ എല്ലാവർക്കും ഒരു കോമൺ ഒരു സ്വഭാവമുണ്ട്. അത് നമ്മളുടെ ഈ കപടശാസ്ത്രം വിൽക്കുന്ന ആളുകളുടെ ഒരു സ്വഭാവം തന്നെയാണ്. എന്താണത്? ഇപ്പോൾ ഹോമിയോപ്പതി വിൽക്കുന്ന ഒരാൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് കുറേ ശാസ്ത്രം പറയും. ഇപ്പോൾ നമ്മളുടെ രാജേഷ് കുമാർ, ഹലോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഡോക്ടർ രാജേഷ് കുമാർ എന്ന് പറയുന്നൊരു ആളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ പുള്ളി എന്താ ചെയ്യുന്നത്? എനിക്ക് പരിചയമുള്ള ആളാണ് കേട്ടോ, കാര്യമാക്കണ്ട. പുള്ളി എന്താ ചെയ്യുന്നത്? കുറേ ശാസ്ത്രീയമായിട്ടുള്ള സംഗതികളൊക്കെ ഇങ്ങനെ പറയും തുടക്കത്തിൽ, ശാസ്ത്രവുമായി ബന്ധമുള്ള കാര്യങ്ങൾ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതിനുള്ള പരിഹാരം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തെളിവുമില്ലാതെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റും. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും? ഒരു 10 കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരു 8 എണ്ണം ശരിയായിട്ടുള്ളതും 2 എണ്ണം തെറ്റായിട്ടുള്ളതാകുമ്പോൾ ആരും അത് എടുക്കില്ല. ഇതാണ് ഇതുപോലെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്ന ആ രീതിയുടെ ഒരു പൊതു സ്വഭാവം. നമ്മൾ ധ്രുവരാട്ടി അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയും, നല്ലത് ശരിയായത്, അതിനകത്ത് കൂടെ ഇതുപോലെ തെറ്റായിട്ടുള്ള സാധനങ്ങൾ കയറ്റിവിടും. ഇതാണ് ആളുകളിലേക്ക് എത്തുന്നത്. ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഗുണമുള്ളത്, ഇപ്പോൾ ഈ മതത്തിൻ്റെ നമ്മൾ കോളിങ്ങിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ 10 കാര്യം പറയുമ്പോൾ അതിനകത്ത് 8ഉം 9ഉം മണ്ടത്തരങ്ങളാണ്, 1ഓ 2 ഒക്കെ ശരിയായി എന്ന് വരും. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതൊരു സംഗതി, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇത് പറയുന്ന സമയത്ത് അവരുടെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ പറയുന്നതിൽ ഒരുപാട് ശരികളുടെ കൂടെ ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങൾ കയറ്റിവിടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതുപോലെയുള്ള ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, മോറൽ വാല്യൂസിനെക്കുറിച്ച്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നു. അതൊക്കെ ഇവർക്ക് പറയാം, അതിനൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാം. ഇപ്പോൾ SFI അത്ര വലിയ ചക്കരയാണെന്നൊന്നും ഞാൻ പറയും. സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ നമ്മൾ എതിർക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം അത് വിട്ടുപോകാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വെള്ളവും വളവും ഇട്ട് കൊടുത്തുകൊണ്ട് അതിനെ വളർത്തേണ്ട അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന, അതിന് ഏറ്റവും കൂടുതൽ ആവശ്യകതയുമുള്ള ആളുകൾ അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഇവിടുന്ന് പോകാത്തത്. ഈ അക്രമ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകണമെന്നുണ്ടെങ്കിൽ ആദ്യം അപ്രത്യക്ഷമാകേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നാൽ മാത്രമേ അത് പോവുള്ളൂ. അവരത് ഉപേക്ഷിച്ചാൽ ബാക്കിയുള്ള ആളുകൾക്ക് അത് ഉപേക്ഷിക്കാനുള്ളൊരു ത്വര ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതൊക്കെയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ പറഞ്ഞു വെക്കുന്ന എന്താണ്?
നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാതിരിക്കേണ്ട കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അവർക്ക് പറയാലോ അത് അക്രമ രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക അന്ധവിശ്വാസമാണ്. അത് സമൂഹത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകൾ പട്ടിണി മരിച്ച് വീഴും. അതാണ് അതിൻ്റെ പ്രശ്നം. കമ്മ്യൂണിസം കൊണ്ട് രക്ഷപ്പെട്ട ഒരു പഞ്ചായത്ത് പോലും ഈ ലോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിസത്തെ എതിർക്കാലോ. ആ കാരണം കൊണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയവുമായിട്ട് അടുക്കരുത്. ഈ കാരണം കൊണ്ട് നിങ്ങൾ SFIയിലേക്ക് പോകരുത്. ഈ കാരണം കൊണ്ട് നിങ്ങൾ DYFIയിലേക്ക് പോകരുത്. ഇതല്ലേ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏതൊരു രാഷ്ട്രീയക്കാരന് പറയാനുള്ള അവകാശവും ആ രീതിയും എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ആൾ പറയുന്നത് എന്താണ്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകരുത്, SFIയിലേക്ക് പോകരുത്. അങ്ങനെ നിങ്ങളൊരു മെമ്പർഷിപ്പ് ലീഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എടുക്കുമ്പോൾ നിങ്ങൾ ലീഗിൽ നിന്ന് മാത്രമല്ല പോകുന്നത്, നിങ്ങൾ ദീനിൽ നിന്നുമാണ് പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഒരു BJPക്കാരനും നിങ്ങൾ BJP വിട്ട് കോൺഗ്രസ്സിൽ ചേരുമ്പോൾ നിങ്ങൾ സനാതന ധർമ്മത്തിൽ നിന്നാണ് പോകുന്നത് എന്നൊന്നും ഇവിടെ ആരും പറയാറില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടെ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് നിങ്ങൾ കോൺഗ്രസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ നിന്ന് പോകുന്നു എന്ന് ഇവിടെ പറയാറില്ല. കമ്മ്യൂണിസത്തിൽ നിന്ന് പോകുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളൊരു ക്യാപിറ്റലിസ്റ്റായി എന്നൊക്കെ നിങ്ങൾക്ക് പറയാമായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിന് ഒരു മതവുമായി ബന്ധം മീൻസ് ആ 3 മതങ്ങളിൽ ഒരു മതവുമായിട്ട് അതിന് ബന്ധമില്ല, 4ാം മതമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഇവിടെ ഈ മതം, ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെയാണ് അവിടെ ഒരു കാരണമായിട്ട് എടുത്തു വെച്ചുകൊണ്ട് അവരെ പിന്നോട്ട് വലിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുന്നത്. അവിടെയാണ് നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ മുസ്ലിം ലീഗും BJPയും രണ്ടും വർഗീയ പാർട്ടിയാണ് എന്നിപ്പോൾ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇനി ഒരു കാര്യം പറയാനുള്ളത്. മുസ്ലിം ലീഗും BJPയും അവർ വർഗീയത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ തിയറിയിലും പ്രാക്ടിക്കലിലും അവർ വർഗീയത കൊണ്ട് നടക്കുന്നു. BJPയുടെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലാണ് അവർ വർഗീയത കൊണ്ട് നടക്കുന്നത്. തിയററ്റിക്കലി അവർ വർഗീയത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. എന്നാൽ ഈ പ്രാക്ടിക്കലായിട്ട് അവർ കൊണ്ടു നടക്കുന്ന വർഗീയത അത് മറികടക്കാനുള്ള വഴികളും അവർക്കുണ്ട്, അത് മറികടന്നിട്ടുമുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വർഗീയത എന്ന് പറയുന്നത് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. തിയററ്റിക്കലി ഉള്ള വർഗീയത അതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ചെറിയ മറകളിട്ടുകൊണ്ട് മാത്രം ആളുകളിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അവർ മതേതരരാണ് എന്ന് പറഞ്ഞ് ഇവിടെ സമൂഹത്തിൽ വലിയ സ്ഥാനം നേടിയിരിക്കുന്നത്. എന്നാൽ BJPക്ക് അങ്ങനെയുള്ള മറയൊന്നുമില്ല. ഞങ്ങൾ വർഗീയതയാണെന്ന് അവരും കുറേയൊക്കെ സമ്മതിച്ച് അതിൻ്റെ കിഴുക്കും വാങ്ങിച്ച് അവർ ചവിട്ടും കുത്തും വാങ്ങിച്ച് നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സമയങ്ങളിൽ BJPക്ക് മാത്രം എതിർപ്പ് കിട്ടുന്നു എന്നതാണ് ഇവിടുത്തെ ഇരട്ടത്താപ്പ്. അത് ശരിയല്ല. നിങ്ങൾ എന്തൊക്കെ കാരണം കൊണ്ട് BJP എതിർക്കുന്നുണ്ടോ അതേ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എതിർക്കാൻ BJP എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ കാരണങ്ങൾ നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ എതിർക്കാൻ ഇവിടെ കാണും എന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയണം. ഇനി അതിലൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലീഗിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ലീഗ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും BJPയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ മതത്തിൽ നിന്നാണ് പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു. അതായത് ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് അവിടെ നടത്തുന്നുണ്ട്. ആ മതം വിടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗിൽറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഈ മുസ്ലിം ലീഗിൽ തളച്ചിടുന്നൊരു പരിപാടി, ഇതാണ് മുസ്ലിങ്ങൾ നേരിടേണ്ടി വരുന്നൊരു കാര്യം. അപ്പോൾ ഒരു മുസ്ലിം ലീഗുകാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ ഇതുപോലെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഗിൽറ്റ് ട്രിപ്പിംഗ് നടത്താൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഒരു ഹിന്ദുവിനെ ആ തരത്തിൽ ഒരു RSSൽ നിന്നും പോയാൽ നിങ്ങൾ എന്തോ മോശമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഗിൽറ്റ് ട്രിപ്പിംഗ് നടത്താൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ആ വ്യത്യാസം കുറച്ചൊരു അപകടവുമാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം എന്താണ്? അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആവുകയും അതിൻ്റെ പേരിൽ ഇതുപോലെ പുറത്ത് നടക്കുന്ന ആളുകൾ, പുരോഗമനം പറയുന്ന ഹിന്ദുക്കൾ പോലും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വർഗീയ പാർട്ടിയല്ല എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് പോലും എത്തുന്നിടത്താണ് ഇവിടെ ഇതിൻ്റെ വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. എന്നോടൊക്കെ സംസാരിക്കാറുള്ള പല RSS അനുഭാവികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ ചോദിക്കാറുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ മുസ്ലിം ലീഗ് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊരു സാധനമാണ് എന്ന് ആണ് അവരും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വന്തം അവർ കൊണ്ട് നടക്കുന്ന സാധനത്തിനെ അവർ സ്വയം വിമർശിക്കുന്ന ആളുകളായിട്ട് പോലും അവർക്ക് മുസ്ലിം ലീഗ് എന്ന പാർട്ടി അതെന്താണ് ഇവിടെ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു മുസ്ലിമിനെ ഇതുപോലെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് ഇവിടുത്തെ പുരോഗമനം പറയുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കാറില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തിരിച്ചറിയണം. ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് ഒരു വലിയ അപകടമാണ്.
ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന വിഷയങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. കാരണം അത് മതപരമായിട്ടുള്ളൊരു ബാധ്യതയായിട്ട് അവിടെ പറഞ്ഞു വെക്കുകയും അത് ലംഘിച്ചാൽ ഇപ്പോൾ പാനൂരത്തെ ആ വിഷയത്തിൽ നിങ്ങൾ ആ ഒരു ശബ്ദ രേഖയിൽ വന്ന കാര്യം അത് നിങ്ങൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു നേതാവിനെ അനുസരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ആ ഒരു രീതിയിൽ അഴിഞ്ഞാട്ടക്കാരിയായിട്ട് വരുമ്പോൾ നിങ്ങൾ മത നിയമത്തെ തന്നെയാണ് അവിടെ ലംഘിക്കുന്നത് എന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്ന് അതൊരു അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടാക്കി മാറ്റി അവർക്ക് തൗബ ചെയ്യാനുള്ള ഒരു നിർബന്ധിതാവസ്ഥ പോലും ഉണ്ടാക്കി വെക്കുമ്പോൾ വ്യക്തികളെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഈ വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അത് ഇസ്ലാമിക്കാണ്, അതായത് താലിബാനിക് തന്നെയാണ്. അത് കമ്മ്യൂണലാണ്, അത് വർഗീയമാണ് എന്ന് നിങ്ങൾ കണ്ടു. അതിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് മറ്റ് പാർട്ടിയിലെ ആളുകൾ ആഘോഷിക്കുന്നത് പോലെ നമ്മൾ ആഘോഷിക്കരുത് എന്ന് പറയുമ്പോൾ ആ നമ്മൾ ആരാണ്? നമ്മൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ അനുയായികൾ, ദീനിൽ നിന്നും പുറത്തു പോകുമെന്ന് പറയുന്ന ആളുകൾ, അവർ കമ്മ്യൂണൽ തന്നെയാണ്. ഇനി ആൻറ്റി സെക്യുലറാണ്, അതും നമ്മളിവിടെ കണ്ടു. അതായത് സെക്യുലർ ആയിട്ടുള്ള എൻവിയോൺമെൻറ്റിൽ നിൽക്കേണ്ട രീതികൾ, അതിലെ കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണലായിട്ട് നിൽക്കണമെന്ന് പറയുന്നു, ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ട് നിൽക്കണമെന്ന് പറയുന്നു. അതായത് നേതൃത്വം പറയുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അവർക്ക് തങ്ങളുടെ രീതിയിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശം പോലും വെച്ചു കൊടുക്കാതെ മതനിയമം മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കും, അത് അനുസരിച്ചോളുക എന്നത് ഒരു നിർബന്ധിതാവസ്ഥയായിട്ട് മാറുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പറയുന്ന ഈ മുസ്ലിം ഐഡൻറ്റിറ്റി എന്ന് ഷാജി അവിടെ പറഞ്ഞു വെക്കുമ്പോൾ ഈ മതമാണ് പ്രശ്നം, ആ മതം ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയുമാണെന്ന് പറയുമ്പോൾ ഈ മുസ്ലിം ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ടുള്ള പൊളിറ്റിക്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ ഇതൊരു അപകടമാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം എന്താണ്, ഈ മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വെച്ചുകൊണ്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റ് മുന്നോട്ട് വെക്കുന്നത്. അടിമുടി ഇസ്ലാമിക് സ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ഐഡൻറ്റിറ്റി. അതായത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല മുസ്ലിം ഐഡൻറ്റിറ്റി വരിക, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ പോലും, കുടിക്കുന്ന വെള്ളത്തിൽ പോലും, കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഈ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി അവിടെ കൊണ്ടുവരും. ഹലാൽ എന്ന പേരിലും അതല്ലെങ്കിൽ ഹറാം എന്ന പേരിലും ഒക്കെ കാര്യങ്ങളെ വേർതിരിച്ചുകൊണ്ട് അതിൻ്റെ കണ്ണിലൂടെ മാത്രം കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥ വരും. അങ്ങനെ വരുന്ന സമയത്ത് അത് തന്നെയാണ് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നൊരവസ്ഥ എന്ന് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ നാട്ടിലും അത്തരത്തിലൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന ഒരു ധ്വനിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ട് ഒരു കൂട്ടരെ നമ്മളിവിടെ ഒന്ന് സ്മരിക്കേണ്ടി വരുന്നത്. അത് നമ്മൾ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ മിഷൻ 2047 എന്ന് പറയുന്ന ആ ഡോക്യുമെൻ്റ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത് ഐസിസിൻ്റെ മാതൃകയിൽ ഇന്ത്യയിലും ഒരു ഇസ്ലാമിക കാലിഫേറ്റ്, ഒരു ഖിലാഫത്ത് ഭരണം കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് അവർ അത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ മിഷൻ 2047 എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് കാണാത്ത ആളുകൾക്ക് അതൊന്നുകൂടി കാണാം. ആ ഡോക്യുമെൻ്റ് നമ്മൾ അതിനകത്ത് വായിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ അവർ ലക്ഷ്യം വെച്ചത് ഇന്ത്യയിലും ഒരു ഐസിസ് മോഡൽ സാധനം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. ഇത് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലും ഇത് കയ്യോടെ പിടികൂടപ്പെട്ടതിൻ്റെ പേരിലും അത് പരാതിയായിട്ട് ചെന്നതിൻ്റെ പേരിലും തന്നെയാണ് ഇവരെ ബാൻ ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിനെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാ നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ അടുത്ത പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം അവിടെ കിടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച, മുസ്ലിം ലീഗിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്നു, അതിൻ്റെ പേരിൽ ഒരു ചർച്ചയുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, മുസ്ലിം ലീഗിനകത്ത് തന്നെ ലിബറൽ ആയിട്ടുള്ള കുറേ മുസ്ലിങ്ങളും ഓർത്തഡോക്സ് ആയിട്ടുള്ള കുറേ മുസ്ലിങ്ങളും കാണുന്നു. അതായത് ഈ ശബ്ദരേഖ പുറത്ത് വിട്ട ആൾ എന്ന് പറയുന്നത് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളാണ്. മുസ്ലിം ലീഗിനകത്ത് തന്നെ ഇത് ശരിയല്ല, അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്, അവരാണ് ലിബറൽസ്. നിലവിൽ ഇത് ഒരു ബലാബലം നിൽക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക, അത് രണ്ടും ഈക്വലാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ലിബറലായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം അവിടെ കുറയും. അതായത് ഈ ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം അവിടെ കൂടും. അതായത് ഇതുപോലെ ശബ്ദരേഖകൾ ഇന്ന് ഒരെണ്ണമാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് ഒന്നായിരിക്കില്ല വരിക, ഇത് അനേകമായിരിക്കും വരിക എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക, ഇതാണ് അവിടെ സംഭവിക്കുക. നമ്മൾ കണ്ടു പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചാൽ അത് വേറെ പേരിൽ വരും, അതേ ആളുകൾ വരും എന്നൊക്കെ ഉള്ള ചില നറേറ്റീവ്സ് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയല്ല പോപ്പുലർ ഫ്രണ്ട് ഇനി ഇവിടെ വരാൻ പോകുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ട് കൊണ്ടുവച്ച ആശയങ്ങൾ, അവർ കൊണ്ടു നടന്നിരുന്ന തീവ്ര ഇസ്ലാമിക നിലപാടുകൾ, അത് ഏത് മുസ്ലിമിനും കൊണ്ടു നടക്കാവുന്ന കാര്യമാണ്. അതേത് മുസ്ലിമിനും ഈ കിതാബ് എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ, ഐസിസിൻ്റെ ബുക്ക് അതൊന്നെടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാവുന്ന കാര്യമാണ്. നമ്മൾ യന്ത്രൻ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ നിന്നിരുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ റോബോട്ടുകളായി മാറുന്ന ഒരവസ്ഥ. സമാനമായ രീതിയിൽ മുസ്ലിം ലീഗിനകത്ത് ഒരു ഘട്ടം എത്തുമ്പോൾ
ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ കൂടുന്നു. അതായത് യാഥാസ്ഥിതിക ബോധമുള്ള ആളുകൾ, മതനിയമം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയും അവർ ഒരു അപ്പർ ഹാൻഡ് വരുന്നൊരു ഘട്ടമെത്തുകയും ഈ ലിബറലുകളായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നൊരു ഘട്ടമെത്തിയാൽ സ്വാഭാവികമായിട്ട് അടുത്ത് തന്നെ സംഭവിക്കുക, ഈ കൂടുതൽ നിൽക്കുന്ന ആളുകൾ, ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ, അവരിൽ ഈ തീവ്ര സ്വഭാവം പെട്ടെന്ന് തന്നെ ഉടലെടുക്കാനും അവർ ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ട് നടന്നിരുന്ന ആ ആശയങ്ങൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അവിടെ വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുക എന്താണ്? പിന്നെ നമ്മുടെ നാട്ടിൽ ഒട്ടകങ്ങളെ നമുക്ക് തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനിക്സ്പ്രയുടെ പരസ്യം പോലെയായിരിക്കും, പൊടി പോലും ഉണ്ടാവില്ല കാണാൻ. കാരണം നമുക്കറിയാം, ഈ ഇസ്ലാമിസ്റ്റുകൾ വളരുന്നത് എപ്പോഴും ആദ്യം കൂട്ടുപിടിക്കുക അത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അത് നമ്മളിവിടെ കണ്ടു. അവർ വളർന്നു, അവർ വലിയ തോതിൽ ഇവിടെ വളർന്നു. അവർ വളരെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുമെന്നും നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഇറാനിൽ കണ്ടതാണ്, ഈജിപ്തിൽ കണ്ടതാണ്, അവിടെ അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്. ഏത് ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സ്ഥലവും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇസ്ലാമിക ഭരണം അവിടെ വരുന്നതിന് തൊട്ട് മുന്നേ അവിടെ ഇടതും ഇസ്ലാമും തമ്മിലുള്ള ഒരു ബാന്ധവം നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ വന്നതിന് ശേഷം അവിടെ ഇസ്ലാമിക് റവല്യൂഷൻ വന്നു കഴിയുമ്പോൾ അവിടെ പിന്നെ കാണുന്നത് ഇടത് അവിടെ ഉണ്ടാകില്ല എന്നതാണ്. ഇത് ലോകത്തെല്ലായിടത്തും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ, കേരളത്തിലും അത് സംഭവിക്കുന്നു, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കണ്ടു, ഈ ഇലക്ഷനിൽ പോലും കണ്ട അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമെന്ന് പറയുന്നത്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് ജയിക്കാമെന്ന ഒരു തെറ്റിദ്ധാരണ അത് ഇടതുപക്ഷത്തിനുണ്ടാകുന്നു. ഞങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഒപ്പമാണ്, ഞങ്ങളുടെ രക്ഷ ഇടതിൻ്റെ ഒപ്പമാണ് എന്ന ഒരു നുണ പറഞ്ഞുകൊണ്ട് അവരെയും കൂടെ നിർത്തി. അങ്ങനെ അവസാനം സമയമായപ്പോൾ കാക്കാമാർ കാലുവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പ്രീണിപ്പിക്കുന്നത് കണ്ടിട്ട് ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന, ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന മുസ്ലിം ഇതര വിശ്വാസികൾ, ഹിന്ദുക്കൾ പ്രത്യേകിച്ചും, അവർ BJPക്ക് മാറിക്കുത്തി. കാക്കാമാർ സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടിക്ക് പോയി കുത്തി. അതേതാണ്? അത് നിലവിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തന്നെയാണ്. അവർക്ക് ഓൺ മാസ് അവിടെ കൊണ്ടുപോയി കുത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അത് വർഗീയ കുത്തൽ തന്നെയാണ്. അങ്ങനെ എന്താ സംഭവിച്ചത്? ഇവിടുത്തെ ഇടതുപക്ഷ നാമാവശേഷമായി. ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെയുള്ള ചില സഖാക്കളുടെ ചില നിലവിളി ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, നാണക്കേട് കൊണ്ട് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ. എന്തായാലും അവിടെ ഒരു ആശ്വാസത്തിൻ്റെ നിശ്വാസം നമ്മൾ കേട്ടു. ചിഹ്നം പോയില്ലല്ലോ എന്നൊക്കെ പറയുന്നത്, പോയോ ഇല്ലയോ എന്നുള്ളത് അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. എന്തായാലും പോകാതിരിക്കട്ടെ, പടച്ചോൻ കാക്കട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത്. പോട്ടെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ചില പുതിയ കാലത്തേക്കുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബലപ്പെടാൻ പോകുന്നത് ഈ മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് തന്നെയാണ് ഇവിടെ ബലപ്പെടാൻ പോകുന്നത്. അങ്ങനെ ബലപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അപ്പുറത്തറ്റത്ത് ബലപ്പെടാൻ പോകുന്നത് അത് ഇവിടുത്തെ BJP തന്നെയായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അധികം കാലമൊന്നും ഉണ്ടാവില്ല. മേ ബി ഒരു 5-10 വർഷം കൂടിയൊക്കെ കാണുമായിരിക്കും. അത് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിക്ക് പോകാം. നമ്മളുടെ വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലൊക്കെ സംഭവിച്ച പോലെയുള്ള അന്ത്യം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു റിവൈവൽ അവർക്ക് സാധ്യമല്ല. കാരണം റിവൈവൽ നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ആശയം അവരാദ്യം മാറ്റണം. അത് മാറ്റിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കാൻ പോകുന്നത് അവരില്ല. അപ്പോൾ ഇനി ഇന്ത്യക്ക് വെളിയിൽ എന്തൊക്കെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേരളത്തിന് വെളിയിൽ എന്തൊക്കെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ തന്നെയാണ് ഇനി നമ്മുടെ നാട്ടിലും കാണാൻ പോകുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്നത് ഈ കാക്കാമാർ തന്നെയായിരിക്കുമെന്നാണ്. പക്ഷേ അപ്പോഴും ഈ കാക്കാമാരെ നമ്മൾ ഇവിടുത്തെ ന്യൂനപക്ഷം തന്നെയായിരിക്കും കേട്ടോ വിളിക്കുക എന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കണം. എന്തായാലും ഈ ഒരു വിഷയം സംബന്ധിച്ച് ഇന്നലെ വീഡിയോ ചെയ്യാൻ വേണ്ടി വിചാരിച്ച സമയത്ത് മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ എഴുതി വെച്ചത് അതൊന്ന് വായിച്ചിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അത് മലപ്പുറത്തെ മതേതര ചാണകങ്ങൾ അറിയാൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടൊരു കുറിപ്പാണ്. വായിച്ചിട്ട് കേട്ടിട്ടുള്ള ആളുകൾ ക്ഷമിക്കാം, ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത വളർത്തും, ഇതാണ് അതിൻ്റെ തലക്കെട്ട്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത്, മുസ്ലിങ്ങൾ ഒട്ടകങ്ങളെ പോലെയാണ്. യജമാനൻ പറയുന്നത് കേട്ട് ഒരന്തവും കുന്തവും ഇല്ലാതെ നിലനിൽക്കുന്ന മതകോമരങ്ങൾ. അവർക്ക് മതം കഴിഞ്ഞ് മാത്രമേ ബാക്കി എന്തുമുള്ളൂ. മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ വിജയം അതാണ് കാണിക്കുന്നത്. അത് മതേതര വോട്ടല്ല, അത് കൃത്യമായ വർഗീയ ഒട്ടക ചാണക വോട്ടാണ്. ഇന്ത്യയെ പാകിസ്ഥാനാക്കിയ അതേ വോട്ട്. ഇന്ത്യ ഒരു സെക്യുലർ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നതിൽ ഈ മുസ്ലിങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് മാത്രമല്ല, ഉള്ള ജനാധിപത്യ സെക്യുലർ വ്യവസ്ഥിതിക്ക് ഭീഷണി കൂടിയായി മുസ്ലിങ്ങൾ മാറുന്നത് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയ ഫോർ UK എന്ന് പറഞ്ഞു തുടങ്ങിയത്
ഫ്രാൻസിലും ജർമ്മനിയിലും വരെ എത്തി. മൺമറഞ്ഞു പോയ വലതുപക്ഷങ്ങളെ തട്ടിയുണർത്തി തീവ്ര വലതുപക്ഷത്തേക്ക് കൊണ്ടെത്തിച്ചതും അവിടങ്ങളിൽ കാണാൻ സാധിച്ചു. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയിലും കാണാം. അതിൻ്റെ എല്ലാ തനിയ ആവർത്തനമാണ് ലോകം കാണാൻ പോകുന്നത്. അതിന് വഴിമരുന്നിട്ടത് കേരളത്തിൽ ഇടത് ആണെങ്കിൽ കേരളത്തിന് വെളിയിൽ അത് കോൺഗ്രസ് നേരിട്ടാണ്. ജനാധിപത്യം തന്നെ ഹറാമാണ് എന്ന് ഫത്വ ഇരിക്കെ ഇന്ത്യയിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ലെസർ ഈവിൾ തെരഞ്ഞെടുക്കാൻ ഫത്വ കൊടുത്തത് അനുധാവനം ചെയ്യുന്ന ഒട്ടകങ്ങൾ ഇന്ത്യക്ക് വലിയ ബാധ്യതയാകും. അന്ധഭക്തർ ആകരുത് എന്ന് നിങ്ങൾ സംഘികളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ടല്ലോ. അങ്ങനെ പറയുന്ന നിങ്ങൾ ഇനി അത് പ്രവർത്തിച്ച് കാണിക്കണം. കാരണം സംഘികൾ അഥവാ UPAയിലെ ചാണകങ്ങൾ ഇത്തവണ പ്രവർത്തിച്ചത് നിങ്ങൾ കണ്ടല്ലോ. മോദിക്ക് BJPക്ക് പണി കൊടുത്തു അവർ. ഇനി നിങ്ങളുടെ ഊഴമാണ്. കേരളത്തിലെ ഒട്ടക ചാണങ്ങൾക്ക് ഉള്ള ഊഴം. ഇല്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്നത് ഒരു കോൺഗ്രസ് BJP ദ്വന്ദ്വ യുദ്ധം തന്നെയാണ്. അതിലെ ചേരികൾ മുസ്ലിമും ഹിന്ദുവുമായിരിക്കും. അത് മുസ്ലിമിന് അത്ര സുഖമുള്ള കാലമായിരിക്കില്ല. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത വളർത്തും. ഇതാണ് നമ്മൾ ഇന്നലെ എഴുതി വെച്ചത്. അപ്പോൾ എന്തായാലും ഈ ആശയം, ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയുക. പറഞ്ഞതിൽ നിങ്ങൾക്കുള്ള വിയോജിപ്പുകൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അതുപോലെ ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അതിൽ കമൻ്റായിട്ട് ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്ത്യക്ക് ശോഭനമായ ഒരു ഭാവിയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദു മതവിശ്വാസികൾ, ആ ഹിന്ദു ജനത ആയതുകൊണ്ടാണ്. മതത്തിൻ്റെ കാര്യമല്ല, ആ ജനത അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്. അതിനിപ്പോൾ മതത്തിൻ്റെ ഒരു മേന്മയാണ് എന്ന് തന്നെ അങ്ങോട്ട് കൂട്ടിയാലും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ വക്താക്കൾ അവരങ്ങനെയാകുന്നത് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതം അങ്ങനെ ആയതിൻ്റെ പേരിലാണെന്ന് അവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ ആ ഇസ്ലാം പിന്തുടരുന്ന മുസ്ലിം ലീഗിൻ്റെ അനുയായികൾ ഭാരതത്തിന് ഒരു ബാധ്യതയാകും എന്നുള്ളത് ഒരിക്കൽ പണ്ട് തെളിഞ്ഞതാണ്. ഇനിയും അതങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് എന്നും ഉള്ള സൂചനകൾ നമുക്ക് കിട്ടുമ്പോൾ ഈ ഭാരതം അതൊരു ശോഭനമായ ഒരു രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലറ പണിയൊന്നും എടുത്താൽ പോരാ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത്. ഇതിന് ഈ തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ അത്തരം പാർട്ടികൾ നമ്മൾ ഒറ്റപ്പെടുത്തണം. അവരെ സ്വയം പരിവർത്തനം ചെയ്യാനുള്ള ഒരു സോഷ്യൽ പ്രഷർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നത് തന്നെയാണ് അതിൽ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആ യന്ത്രൻ സിനിമയിലെ ആ ഒരു സീൻ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഏത് നിമിഷം വേണമെങ്കിലും യാഥാസ്ഥിതികരായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു മുസ്ലിം ലീഗ് പാർട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഇവിടെ നിലനിൽക്കുക. കാരണം ഇതിനോടകം തന്നെ വലിയ തോതിലൊരു കൂട്ടം ആളുകൾ ഇസ്ലാം അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ആ രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് വലിയ തോതിലുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടുന്ന ഒരാളുകൾക്ക് വലിയൊരു ആശ്വാസം കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് അത് മാറുക. പ്രത്യേകിച്ച് അവർക്ക് കുറേയും കൂടിയും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സ്വീകാര്യതയും കൂടി ഉണ്ടാകുമ്പോൾ ആ ഒരു പോപ്പുലർ ഫ്രണ്ട് നേരിട്ട തരത്തിൽ അല്ലെങ്കിൽ സുഡാപ്പികളൊക്കെ നേരിടുന്ന തരത്തിലുള്ള ഒരു തടസ്സം അവർക്കുണ്ടാകില്ല. അപ്പോൾ ഒരു കാരണവശാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ ഈ തരത്തിൽ സുഡാപ്പിവൽക്കരണം അത് നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. നിലവിൽ കുറച്ചെങ്കിലുമൊക്കെ ഇതുപോലുള്ള ഷാജിമാരൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ചില മതേതര മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളും ഉള്ളതുകൊണ്ട് അത് ഇന്നിപ്പോൾ നിലനിന്ന് പോകുന്നത് കുറച്ചൊക്കെ ബാലൻസ്ഡ് ആയിട്ടാണ്. പക്ഷേ അതെന്നും അങ്ങനെ ആകണം എന്നില്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. തഹ്ലിയമാർ ചില സമയങ്ങളിലെങ്കിലും സമസ്തക്കാരെയൊക്കെ താക്കീത് ചെയ്യുന്ന ആളുകളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനൊന്നും സമ്മതിച്ചെന്ന് വരില്ല. അതിൻ്റെയൊക്കെ ചില സൂചനകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും മുന്നേ ഉണ്ടായിട്ടില്ല എന്നും കൂടി നിങ്ങൾ ഓർക്കുക. ഇതുപോലെ ശബ്ദം കൊടുത്തുകൊണ്ട് നിങ്ങളാരും ആഘോഷത്തിന് ഇറങ്ങരുത് എന്ന് പറയുന്ന രീതിയിൽ ഇതുപോലെ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു രീതി മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്ന് എൻ്റെ ഓർമ്മയിലില്ല. എവിടെയെങ്കിലും നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിചാരിച്ചത്. തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒറ്റയടിക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അന്ന് നമുക്ക് പിരിഞ്ഞു പോകാം. അത് വീഡിയോയുടെ റീച്ചിന് അത് വലിയ തോതിൽ സുഖകരമാകുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക. രാഷ്ട്രീയം പറയുന്ന ആളുകളായാലും അത് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളായാലും ഇത്തരം വിഷയങ്ങൾ മതത്തിൻ്റെ ആംഗിളിലുള്ള ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ എപ്പോഴും അവർ മടി കാണിക്കും എന്നതാണ് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞാലേ ഇത് എത്തുള്ളൂ. കുറച്ച് കാലമൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും. ഒരു 5 വർഷം കൂടി നമ്മൾ മെനക്കെട്ടാൽ വലിയ തോതിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനോടകം തന്നെ ഈ മേഖലയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകൾ പലരും പിൻവാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. കാരണം ഇതൊരു
ഇതൊരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഇതിനകത്തുണ്ട്. ഒന്നത്. രണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു 5 വർഷം കൂടിയും ഇതുപോലെ തുടരാനുള്ളൊരു പ്രചോദനം അത് നിങ്ങളും എനിക്ക് തന്നാൽ നമുക്കിത് തുടർന്നുകൊണ്ട് പോകാം. ഒരു 5 വർഷത്തെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞ കാര്യങ്ങൾ കുറേയും കൂടിയും ഇത് പറയുന്ന ആളുകൾ അപ്പോഴേക്കും വീണ്ടും ഒരുപാട് ആളുകൾ വരും. അപ്പോൾ പിന്നെ നമുക്ക് പണിയൊക്കെ കുറയും. അപ്പോൾ അതുവരേക്ക് നമ്മളിത് പിടിച്ചു നിന്നേ പറ്റുള്ളൂ. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 5 ഇയർ പ്ലാനായിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ നാട് മാറാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് ഇനി ബോറടിപ്പിക്കുന്നില്ല. അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.